Hi all, welcome back to Learning Home. നമുക്കിന്ന് ലാപ്ലേസ് ട്രാൻസ്ഫോം ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രാക്ടീസ് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. Let us start. Find the Laplace transform of 2t plus 3 whole square. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഡിപ്പെൻഡ്സ് upon the variable t, 2t plus 3 whole square. അപ്പോൾ അത് ആദ്യം തന്നെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ a plus b whole square ഫോമിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ we'll get 4t square plus 12t plus 9. ഇനി Laplace transform of f of t, L of f of t, that is f of s is given by L of 4t square plus 12t plus 9. അപ്പോൾ ഇത് ഈ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ ഇൻഡിവിജ്വലി നമ്മൾ ഇതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതായത് ഓരോ ടേംസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കും. അപ്പോൾ 4 ഇൻറ്റു ടി സ്ക്വയറിൻ്റെ 4 കോൺസ്റ്റൻറ്റ് മാറ്റി എഴുതി, ടി സ്ക്വയറിൻ്റെ എന്താ വരിക, ടി റേസ് ടു എന്നിൻ്റെ n ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു n പ്ലസ് 1 അല്ലേ. അപ്പോൾ 2 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എസ് റേസ് ടു 3. അതുപോലെ ടിയുടെ എന്ത് വരും, 1 ഫാക്ടോറിയൽ, അത് 1 തന്നെയാണ്, ഡിവൈഡ് ബൈ എസ് റേസ് ടു 2 പ്ലസ് 9 ഇൻറ്റു 1ൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്കറിയാം 1 ബൈ എസ് ആണ്. സോ ഫൈനലി ഇവിടെ 4 ഇൻറ്റു 2 8 കിട്ടും, 8 ബൈ എസ് ക്യൂബ് പ്ലസ് 12 ബൈ എസ് സ്ക്വയർ പ്ലസ് 9 ബൈ എസ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 4t ഇൻറ്റു കോസ് 2t. ഇപ്പോൾ സൈൻ 4t ഇൻറ്റു കോസ് 2t എന്ന് പറയുന്നത് സൈൻ എ കോസ് ബി ഫോം അല്ലേ, സൈൻ എ കോസ് ബി ഫോം ആണ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം, ഫോർമുല യൂസ് ചെയ്യാം, 1/2 ഇൻറ്റു സൈൻ എ പ്ലസ് ബി, അതായത് എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ 4t പ്ലസ് 2t, ദാറ്റ് ഇസ് സൈൻ 60 പ്ലസ് സൈൻ എ മൈനസ് ബി, 4t മൈനസ് 2t എന്താ 2t. ക്ലിയർ ആയല്ലോ, 1/2 മൾട്ടിപ്ലൈ ചെയ്യാൻ മറക്കരുത്, അല്ലെങ്കിൽ ഹോൾ ഡിവൈഡ് ബൈ 2 എന്നാണ് മീനിങ്. അപ്പോൾ സൈൻ എ പ്ലസ് ബി പ്ലസ് സൈൻ എ മൈനസ് ബി ഹോൾ ബൈ 2. സോ ഈ ഫോർമുലയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ദെർഫോർ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ 4t കോസ് 2t എന്താ. ഇനി നമുക്ക് ഇൻഡിവിജ്വലി ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. അപ്പോൾ സൈൻ 60, അപ്പോൾ 1/2 കോമൺ ആണ് അല്ലേ, അപ്പോൾ രണ്ടിനും ഇതേപോലെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 1/2 ഇൻറ്റു സൈൻ 60യുടെ, അതായത് സൈൻ 80യുടെ എ ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ് ലാപ്ലേസ്. അപ്പോൾ ഇവിടെ എ 6 ആണ്, സോ 6 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 36 പ്ലസ് 1/2 എൽ ഓഫ് സൈൻ 2t, ദാറ്റ് ഇസ് 2 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 4. ക്ലിയർ ആയാലും 1/2 കോമൺ ആയതുകൊണ്ട് ജസ്റ്റ് ഔട്ട് സൈഡ് ചെയ്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു സൈൻ സ്ക്വയർ 2t. അപ്പോൾ നമുക്കറിയാം ഇ റേസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി, അതായത് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം ആണത് അല്ലേ, പഠിച്ചിട്ടുണ്ട്. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി, ഒരു ഫംഗ്ഷനെ ഇ റേസ് ടു എ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് ആണ് നടക്കുന്നത്, അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ എസ് എന്ന് പറയുന്നത് ഷിഫ്റ്റഡ് ടു എസ് മൈനസ് എ, എഫ് ഓഫ് എസ് മൈനസ് എ ആണ് വരിക. അപ്പോൾ എൽ ഓഫ് ഇ റേസ് ടു മൈനസ് ടി സൈൻ സ്ക്വയർ 2t എന്ന് പറയുന്നത് ലാപ്ലേസ് ഓഫ് സൈൻ സ്ക്വയർ 2t വേർ എസ് വിൽ ബി എസ് പ്ലസ് 1. ഈ എസ് പ്ലസ് 1 വരാൻ കാരണം ഇ റേസ് ടു എ ടി, അതായത് എസ് മൈനസ് എ പറയുമ്പോൾ ആദ്യം എ എന്താണെന്ന് കണ്ടുപിടിക്കണം. അത് ക്വസ്റ്റ്യനിൽ ഇയുടെ പവർ, അതായത് മൈനസ് ടി എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്നത് -1 ആണ്, ശരിയല്ലേ. സോ എസ് മൈനസ് എ എന്ന് പറയുന്നത് എസ് മൈനസ് -1, ദാറ്റ് ഇസ് എസ് പ്ലസ് 1. അതുകൊണ്ടാണ് ഇവിടെ എസ് പ്ലസ് 1 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഷിഫ്റ്റിംഗ് തിയറം എന്ന് പറയുന്നത് എസ് ഇവിടെ ട്രാൻസ്ഫോംഡ് ആവുന്നത് എങ്ങനെയാണ്, എസ് പ്ലസ് 1 ആയിട്ടാണ് ട്രാൻസ്ഫോംഡ് ആവുക. ഇനി നമുക്ക് എഫ് ഓഫ് എസ് മൈനസ് എ കാണണം, അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സൈൻ സ്ക്വയർ ടി വെൻ എസ് ഇസ് എസ് പ്ലസ് 1 ആണ്. ദാറ്റ് മീൻസ് എഫ് ഓഫ് ടിനെ നമുക്ക് ആദ്യം എഫ് ഓഫ് എസ് മൈനസ് എ കാണണമെങ്കിൽ എഫ് ഓഫ് എസ് കാണണം. എഫ് ഓഫ് എസ് കാണണമെങ്കിൽ എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ്, ഇവിടെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഇ റേസ് ടു എ ടി കഴിഞ്ഞിട്ടുള്ള ടേം, ദാറ്റ് ഇസ് സൈൻ സ്ക്വയർ 2t. അപ്പോൾ സൈൻ സ്ക്വയർ 2t ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ലാപ്ലേസ് കാണാൻ പറ്റില്ല, പകരം സൈൻ സ്ക്വയർ തീറ്റയുടെ ഫോമിൽ എന്താ 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 അല്ലേ. ഇവിടെ തീറ്റ എന്ന് പറയുന്നത് 2t ആണ്, സോ 1 മൈനസ് കോസ് 2 ഇൻറ്റു 2t എന്താ കോസ് 4t ഡിവൈഡഡ് ബൈ 2. ഇനി നമുക്ക് ഈ 1/2 കോമൺ ഔട്ട് സൈഡ് എടുക്കാം, ദെൻ ലാപ്ലേസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം, എൽ ഓഫ് 1 മൈനസ് എൽ ഓഫ് കോസ് 4t. ക്ലിയർ ആയല്ലോ, എൽ ഓഫ് 1 എന്ന് പറയുന്നത് 1 ബൈ എസ്, എൽ ഓഫ് കോസ് 4t എന്താ, എൽ ഓഫ് കോസ് എ ടിയുടെ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണ്. സോ ഇവിടെ എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ ഇവിടെ 4 ആണ്, 16. സോ 1/2 ഇൻറ്റു 1 ബൈ എസ് മൈനസ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 16. ഇവിടെ സ്റ്റോപ്പ് ചെയ്യരുത്, കാരണം ഫസ്റ്റ് ഷിഫ്റ്റിംഗ് നമുക്ക് അപ്ലൈ ചെയ്യണം, അതായത് ഇ റേസ് ടു മൈനസ് ടി കൊണ്ട് സൈൻ സ്ക്വയർ 2tനെ മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ ലാപ്ലേസ് എന്തായിരിക്കും 1/2 ഇൻറ്റു ഈ ഒരു എക്സ്പ്രഷനിൽ എസിനെ എസ് പ്ലസ് 1 ആയിട്ട് റീപ്ലേസ് ചെയ്യുക. നേരത്തെ പറഞ്ഞില്ലേ എസിന് എസ് മൈനസ് എ ആണ് കൊടുക്കേണ്ടത്, ഇവിടെ എസ് പ്ലസ് 1. സോ എവിടെയെല്ലാം എസ് ഉണ്ടോ അവിടെ എസ് പ്ലസ് 1 ആയിട്ട് റീപ്ലേസ് ചെയ്യാം.
ഇവിടെ 1 by s plus 1 minus s plus 1 by s plus 1 whole square plus 16. Next question. Find Laplace transform of sin h 2t into cos 2t. Okay, sin h 2t into cos 2t. ഇപ്പോൾ sin h 2t യുടെ ഫോർമുല ആദ്യം തന്നെ മനസ്സിലാക്കുക. e raised to theta minus e raised to minus theta by 2. ഓക്കെ, ഇത് ഈ ഫോർമുല എല്ലാം പഠിച്ചു വയ്ക്കാം. അപ്പോൾ sin h 2t യുടെ e raised to theta എന്നത് 2t ആണ്. സോ e raised to 2t minus e raised to minus 2t by 2. ഓൾസോ L of e raised to at f of t നമുക്കറിയാം ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രകാരം f of s minus a ആണ്. അത് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരും, കാരണം നമ്മൾ sin h 2t നെ റീപ്ലേസ് ചെയ്യുന്നത് ഇയുടെ ടേംസിലാണ്, എക്സ്പോണൻഷ്യലിന്റെ ടേംസിലാണ്. അതുകൊണ്ടാണ് ഈ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം കൂടി എഴുതി വെച്ചത്. അപ്പോൾ ഫൈനലി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് L of e raised to at into f of t. ഓക്കെ, അതങ്ങനെ ഇരിക്കട്ടെ. L of sin h 2t into cos 2t ആണ് തന്നിരിക്കുന്നത്. ഈ sin h 2t നെ നമ്മൾ e raised to 2t minus e raised to minus 2t by 2 റീപ്ലേസ് ചെയ്യാം. into cos 2t അങ്ങനെ തന്നെ എഴുതാം. എന്നിട്ട് ഈ cos 2t ബ്രാക്കറ്റിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തുള്ളിരിക്കും. സോ വിൽ ഗെറ്റ് ഈ 1/2 ഔട്ട്സൈഡ് എടുക്കാട്ടോ, കോൺസ്റ്റൻസ് എപ്പോഴും ഔട്ട്സൈഡ് എടുക്കാം. 1/2 ഹോൾ ഇൻറ്റു ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് cos 2t ഓരോന്നിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ e raised to 2t into cos 2t. അപ്പോൾ ഫസ്റ്റ് ടേം കിട്ടി മൈനസ് e raised to minus 2t into cos 2t. ക്ലിയർ ആയല്ലോ? ജസ്റ്റ് ആ cos 2t നെ ബ്രാക്കറ്റിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക, ഓരോ ടേംസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. 1/2 നമ്മൾ ഔട്ട്സൈഡ് എഴുതി. ഇനി നമുക്ക് ലാപ്ലേസ് ഇതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ, L of e raised to 2t cos 2t മൈനസ് L of e raised to minus 2t cos 2t. ഇവിടെയാണ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം രണ്ടിനും അപ്ലൈ ചെയ്യണം. ശ്രദ്ധിക്കേണ്ടത് s ട്രാൻസ്ഫോം ടു s മൈനസ് a ആണ്. അപ്പോൾ ഫസ്റ്റ് ടേമിൽ f ഓഫ് s മൈനസ് 2ഉം സെക്കൻഡ് ടേമിന് f ഓഫ് s പ്ലസ് 2 വരും, കാരണം a മൈനസ് ആണ്. അപ്പോൾ s മൈനസ് മൈനസ് 2 എന്ത് വരും? s പ്ലസ് 2. ഓക്കെ, അപ്പോൾ ബാക്കി ഇനി f ഓഫ് s എങ്ങനെ കണ്ടുപിടിക്കുക? f ഓഫ് s എന്ന് പറയുന്നത് cos 2t യുടെ ട്രാൻസ്ഫോം. അത് നമുക്കറിയാം s by s square plus a square ആണ്, അല്ല s ന് പകരം നിങ്ങൾ എഴുതണം s minus 2. അപ്പോൾ s minus 2 by s minus 2 whole square plus 2 square, that is 4, minus e raised to minus 2t into cos 2t യുടെ ലാപ്ലേസ് എന്ത് വരും? s by s square plus a square. s ന് പകരം എന്ത് കൊടുക്കണം? s plus 2 divided by s plus 2 whole square plus 2 square, that is 4. Next question. Find Laplace of t square into cos 3t. അതായത് L of t raised to n into f of t നമ്മൾ പഠിച്ചിട്ടുണ്ട്, minus 1 raised to n into f raised to n of s. ക്ലിയർ ആയോ? അപ്പോൾ ഈ ഒരു തിയറം അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആ ഒരു ഫോമിലാണ്, L of t square into cos 3t. ഇവിടെ f of t എന്ന് പറയുന്നത് cos 3t ആണ്. t raised to n ൽ n 2 ആണ്. സോ minus 1 raised to 2 f raised to 2 of s. ക്ലിയർ ആയല്ലോ? അതായത് minus 1 raised to 2 into ഈ f raised to 2 of s ഉദ്ദേശിക്കുന്നത് d square by ds square of f of s ആണ്. മനസ്സിലായോ? d square by ds square of f of s. f of s നെ 2 times നമ്മൾ with respect to s ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതണം. അപ്പോൾ d square by ds square of f of s കിട്ടും, കാരണം minus 1 whole square എന്ന് പറയുന്നത് plus 1 ആണ്. ക്ലിയർ ആയല്ലോ? ഇനി f of s കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ f of t cos 3t ആണ്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് f of s എന്താ? s by s square plus 3 square, that is 9. Therefore L of t square cos 3t എന്താ? d by ds of s by s square plus 9. നിങ്ങളിത് ആദ്യം വേണമെങ്കിൽ ഓരോന്ന് സെപ്പറേറ്റ് ആയി ചെയ്തോളൂ. d by ds of s by s square plus 9 ആദ്യം കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിച്ചിട്ട് അഗെയിൻ അതിനെ വൺസ് മോർ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ക്ലിയർ ആയി? ഇതിപ്പോൾ ഒരു സ്റ്റെപ്പിൽ എഴുതിയെന്ന് മാത്രം. So s by s square plus 9 with respect to s ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ കോഷ്യന്റ് റൂൾ അപ്ലൈ ചെയ്യണം, കാരണം ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിൽ s ഉണ്ട് അല്ലേ. സോ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ, s ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു s 1 ആണ്. ഓക്കെ, മൈനസ് ന്യൂമറേറ്റർ അതായത് s ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ. s സ്ക്വയർ പ്ലസ് 9ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു s എന്താ? s സ്ക്വയറിന്റെ 2s വരും, 9ന്റെ 0 വരും, അപ്പോൾ 2s ആണ് വരും. ഇവിടെ 2s എഴുതാം, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിന്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ s സ്ക്വയർ പ്ലസ് 9
അപ്പോൾ ഇവിടെ ന്യൂമറേറ്റർ എന്താ വരിക? എസ് സ്ക്വയർ പ്ലസ് 9 ബ്രാക്കറ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്യാം. മൈനസ് 2s സ്ക്വയർ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 9 ഹോൾ സ്ക്വയർ. അതായത് എസ് സ്ക്വയർ മൈനസ് 2s സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് എസ് സ്ക്വയർ പ്ലസ് 9 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 9 ഹോൾ സ്ക്വയർ. ഇനി നമ്മൾ ഇതിനെ വൺസ് മോർ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, എങ്കിൽ മാത്രം നമുക്ക് ഡി സ്ക്വയർ ബൈ ഡി എസ് സ്ക്വയർ കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇപ്പോൾ കിട്ടിയ എക്സ്പ്രഷനെ വൺസ് മോർ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എഗെയിൻ കോഷ്യൻ റൂളാണ്. എസ് സ്ക്വയർ പ്ലസ് 9 ഹോൾ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മൈനസ് എസ് സ്ക്വയർ പ്ലസ് 9 എന്താ? മൈനസ് 2s. ഇനി മൈനസ് എസ് സ്ക്വയർ പ്ലസ് 9 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 9 ഹോൾ സ്ക്വയർ. അതെന്തായിരിക്കും വരിക? 2 ആദ്യം സാധാരണ എക്സ് സ്ക്വയറിൻ്റെ 2x അല്ല നമ്മൾ ഡെറിവേറ്റീവ് എഴുതാറ്, അതുപോലെ ഇവിടെ 2 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 9 ഇനി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 9 അതായത് 2s. ക്ലിയർ ആയാലോ? അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഡിവൈഡഡ് ബൈ ഓൾറെഡി ഡിനോമിനേറ്ററിൽ ഹോൾ സ്ക്വയർ ഉണ്ട്, ഇനി വീണ്ടും ഹോൾ സ്ക്വയർ വരും, ദാറ്റ് ഇസ് 4 വരും പവർ. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യാം കേട്ടോ. ന്യൂമറേറ്റർ സിംപ്ലിഫൈഡ് ഫോമിൽ എഴുതാം. ബ്രാക്കറ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്യുക, ടേംസ് ഗ്രൂപ്പ് ചെയ്യുക, സിംപ്ലസ്റ്റ് ഫോമിൽ എക്സ്പ്രഷൻ നമുക്ക് എഴുതാം. സോ ഇവിടെ ജസ്റ്റ് ബ്രാക്കറ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാണ് ഫൈനൽ ടേംസ് കിട്ടുക. മൈനസ് 2s ക്യൂബ് മൈനസ് 18s പ്ലസ് 4s ക്യൂബ്. അഗെയിൻ 4s ക്യൂബ് മൈനസ് 2s ക്യൂബ് 2s ക്യൂബ് ആണ്. ദെൻ മൈനസ് 18s മൈനസ് 36s മൈനസ് 54s ആണ്. ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 9 ഹോൾ ക്യൂബ്. അപ്പോൾ ഇവിടെ എസ് കോമൺ ഫാക്ടർ ഉണ്ട്, ഔട്ട്സൈഡ് എഴുതാം. എടുത്താലും എടുത്തില്ലെങ്കിലും നമുക്കിപ്പോൾ ഇവിടെ ഒന്നും ക്യാൻസൽ ചെയ്യാനൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഇങ്ങനെയും എഴുതാം, അല്ലെങ്കിൽ ഇവിടെയും സ്റ്റോപ്പ് ചെയ്യാം നമുക്ക്. എസ് ജസ്റ്റ് ഔട്ട്സൈഡ് എഴുതിയിട്ട് 2s സ്ക്വയർ മൈനസ് 54 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 9 ഹോൾ ക്യൂബ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു ടി ഇൻറ്റു കോസ് 3t. ഓക്കെ, 3 ടേംസ് ഉണ്ട്. ഇ റേസ് ടു മൈനസ് ടി, ടി, കോസ് 3t. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം അറിയാം. ഇ റേസ് അതായത് ലാപ്ലേസ് ഓഫ് ഇ റേസ് ടു എ ടിൻ്റെ ഒരു ഫംഗ്ഷൻ എന്താ? എഫ് ഓഫ് എസ് മൈനസ് എ അല്ലെ. എ എന്ന് പറയുന്നത് ഇയുടെ പവർ ആണ്, അതായത് ടിയുടെ കോഎഫിഷ്യന്റ്. സോ എൽ ഓഫ് ടി, ഇനി നമുക്ക് എൽ ഓഫ് ടി കോസ് 3t അതും അറിയാം, അതായത് എൽ ഓഫ് ടി റേസ് ടു എൻ എഫ് ഓഫ് ടി അല്ലെ. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് മൈനസ് 1 റേസ് ടു എൻ ഇൻറ്റു എഫ് റേസ് ടു എൻ ഓഫ് എസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്ത് വരും, കാരണം എൽ ഓഫ് ടി കോസ് 3t നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്. അതായത് എഫ് ഓഫ് എസ് മൈനസ് എ കിട്ടണമെങ്കിൽ എഫ് ഓഫ് ടി എന്താ? ടി കോസ് 3t ആണ്. അപ്പോൾ അതിൻ്റെ ലാപ്ലേസ് കണ്ടുപിടിച്ചാലും നമുക്ക് എഫ് ഓഫ് എസ് കാണാൻ പറ്റുള്ളൂ, എന്നിട്ടേ എസ് മൈനസ് എ കൊടുക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അപ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് ടി കഴിഞ്ഞിട്ടുള്ള ബാക്കി ടേംസ് അത് ടി കോസ് 3t ആണ്. അതിൻ്റെ ലാപ്ലേസ് കാണാം. അപ്പോൾ ടി റേസ് ടു എൻ ഇൻറ്റു എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് എന്ന് പറയുന്നത് മൈനസ് 1 റേസ് ടു എൻ. ഇപ്പോൾ ഇവിടെ എൻ എന്ന് പറയുന്നത് 1 അല്ലേ, ടിയുടെ പവർ 1 ആണ്. ടിയുടെ പവർ 1 ആണ്. സോ മൈനസ് 1 റേസ് ടു 1 ഇൻറ്റു ഡി റേസ് ടു എൻ ബൈ ഡി എസ് റേസ് ടു എൻ, അതായത് ഡി റേസ് ടു 1 ബൈ ഡി എസ് റേസ് ടു 1. ഇപ്പോൾ നമുക്ക് ഇൻറ്റു എൽ ഓഫ് എഫ് ഓഫ് ടി, അതായത് ഇവിടുത്തെ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് കോസ് 3t ആണ് കേട്ടോ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ടി ഇൻറ്റു അനദർ ഫംഗ്ഷൻ വന്നത് കൊണ്ടാണ് മൈനസ് 1 റേസ് ടു എൻ ഡി റേസ് ടു എൻ ബൈ ഡി എസ് റേസ് ടു എൻ ഓഫ് എൽ ഓഫ് എഫ് ഓഫ് ടി എഴുതേണ്ടി വന്നത്, തിയറം അപ്ലൈ ചെയ്യേണ്ടി വന്നത്. ഓക്കെ, ഇനി കോസ് 3tയുടെ ലാപ്ലേസ് ഈസിയാണ്. എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 9 മൈനസ് ഡി ബൈ ഡി എസ് വരും, കാരണം മൈനസ് 1 റേസ് ടു 1 മൈനസ് ആണ്. ഇനി നമുക്ക് ഡെറിവേറ്റീവ് കാണാം വിത്ത് റെസ്പെക്ട് ടു എസ്. ഒരു മൈനസ് ഔട്ട്സൈഡ് ഉണ്ട്, അത് അങ്ങനെ തന്നെ എഴുതാം. അഗെയിൻ കോഷ്യൻ റൂൾ. ഓക്കെ, ജി എഫ് ഡാഷ് അതായത് എഫ് ബൈ ജിയുടെ ഡെറിവേറ്റീവ് നമ്മൾ ജി എഫ് ഡാഷ് മൈനസ് എഫ് ജി ഡാഷ് ബൈ ജി സ്ക്വയർ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വേറെ നൊട്ടേഷൻസ് യൂസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ യു ബൈ വി പഠിച്ചിട്ടുണ്ടാവും, ആ ഫോം അല്ലേ. വി യു ഡാഷ് മൈനസ് യു വി ഡാഷ് ഡിവൈഡ് ബൈ വി സ്ക്വയർ. അപ്പോൾ ഏത് ഫോം ആണെങ്കിലും കുഴപ്പമില്ല, മനസ്സിലാക്കുക. ഞാനത് കോമൺ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഡിനോമിനേറ്റർ ന്യൂമറേറ്റർ ടേംസ് പറഞ്ഞ കേട്ടോ. നൊട്ടേഷൻസ് പലരും പലതായിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക. കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് ഫോമിൽ അപ്ലൈ ചെയ്യാം. സോ മൈനസ് ഔട്ട്സൈഡ് എടുക്കുക, അത് കഴിഞ്ഞിട്ട് എസ് സ്ക്വയർ പ്ലസ് 9 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എസ് ദാറ്റ് ഇസ് 1. ഓക്കെ, മൈനസ് എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 9ൻ്റെ ഡെറിവേറ്റീവ് 2s ആണ്, ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 9 ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷൻ കിട്ടി അല്ലെ. എൽ ഓഫ് ടി കോസ് 3t കിട്ടി.
ഇനി അത് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യാം, ന്യൂമറേറ്ററിനെ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എസ് സ്ക്വയർ മൈനസ് 9 ബൈ എസ് സ്ക്വയർ പ്ലസ് 9 ഹോൾ സ്ക്വയർ കിട്ടും. Therefore ഇനി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു ഇത്രയും പോർഷൻ അല്ലേ. അതായത് ഇപ്പം കിട്ടിയ എഫ് ഓഫ് എസ് ആണ്, അതിൽ എസിന് എന്ത് കൊടുക്കണം? എസ് മൈനസ് എ. ഇവിടെ എ എന്ന് പറയുന്നത് മൈനസ് 1 ആണ്. അപ്പോൾ എസിനെ എസ് പ്ലസ് 1 ആയിട്ട് റീപ്ലേസ് ചെയ്യാം. സോ എവിടെയെല്ലാം എസ് ഉണ്ടോ അവിടെ എസ് പ്ലസ് 1 റീപ്ലേസ് ചെയ്യാം. എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് 9 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 9 ഹോൾ സ്ക്വയർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 മൈനസ് കോസ് ടി ഡിവൈഡഡ് ബൈ ടി. അപ്പോൾ ഇത് നോക്കിയാൽ തന്നെ അറിയാം, എ ഫംഗ്ഷൻ ഡിവൈഡ് ബൈ ടി ആ ഫോമുലാണ് അല്ലേ. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ബൈ ടി ഫോമുലാണ്. സോ വി മസ്റ്റ് അപ്ലൈ ദിസ് പ്രോപ്പർട്ടി തിയറം. ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ഡി എസ് ആണ്. ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ഡി എസ്. എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ്. ഇവിടെ എഫ് ഓഫ് ടി 1 മൈനസ് കോസ് ടി അല്ലേ. അപ്പോൾ അതിൻ്റെ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് ലാപ്ലേസ് ഓഫ് 1 മൈനസ് കോസ് ടി. ഇത് ഈസി ആണല്ലോ. അതായത് നമുക്കിപ്പോൾ ലാപ്ലേസ് ഓഫ് 1 മൈനസ് കോസ് ടി എന്ന് പറയുന്നത് ലാപ്ലേസ് ഓഫ് 1 ബൈ എസ് ആണ്. കോസ് ടിയുടെ എന്ത് വരും? എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ എന്ന് പറയുന്നത് ഇവിടെ ടിയുടെ കോഎഫിഷ്യന്റ് 1 ആണ്. അപ്പോൾ 1 അല്ലേ. ഇനി നമുക്ക് ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി ഇതാണ് അപ്ലൈ ചെയ്യേണ്ടത്. ക്ലിയർ ആയല്ലോ. അതായത് ലാപ്ലേസ് ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് 1 ബൈ എസ് മൈനസ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1, അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, ലിമിറ്റ്സ് എസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, ഇനി ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യുക ഓരോ ടേംസിന്. ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി 1 ബൈ എസ് ഡി എസ് മൈനസ് ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി 1 ബൈ 2 ഇൻറ്റു 2s ബൈ എസ് സ്ക്വയർ പ്ലസ് 1. അതായത് ഇവിടെ ഒരു ചെറിയ റീ അറേഞ്ച്മെന്റ് ചെയ്യാണ്. ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 1 ബൈ 2 ഇൻറ്റു 2s. ക്ലിയർ ആയല്ലോ, ഒരു ചേഞ്ചും വരുന്നില്ല. 1 ബൈ 2 ഇൻറ്റു 2s ബൈ എസ് സ്ക്വയർ പ്ലസ് 1. ഇത് എന്തിനാണ് ചെയ്തേ പറഞ്ഞു കഴിഞ്ഞാൽ, ഡിനോമിനേറ്ററിന് സപ്പോസ് ഇപ്പോൾ വേറൊരു വേരിയബിൾ കൊടുക്കുക. ലെറ്റ് ഇറ്റ് ബി യു. യു ഈക്വൽ ടു എസ് സ്ക്വയർ പ്ലസ് 1 ഇവിടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡി യു എന്താവും? 2s ds. ശരിയല്ലേ. യു ഈക്വൽ ടു എസ് സ്ക്വയർ പ്ലസ് 1 ആണെങ്കിൽ ഡി യു രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2s ds കിട്ടും. അപ്പോൾ 2s ds ഓൾറെഡി ന്യൂമറേറ്ററിലുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ റീ അറേഞ്ച്മെന്റ് ചെയ്തത്. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തഡാണ്. നമ്മൾ ഇന്റഗ്രൽസിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. ചില കേസസിൽ ഇന്റഗ്രൽസ് ഈസിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഫോളോ ചെയ്യാറുണ്ട്. സോ അതുകൊണ്ട് ഈ 1 ബൈ 2 ജസ്റ്റ് മാറ്റി എഴുതാം. ഇനി ഇപ്പോൾ 1 ബൈ 2 ഔട്ട്സൈഡ് എഴുതിയാൽ ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി ഡി യു ബൈ യു ഫോമാണ് വന്നത്. അത് നമുക്കറിയാം 1 ബൈ യു ഡി യുവിൻ്റെ ഇന്റഗ്രൽ എന്താ? ലോഗ് യു ആണ്. ക്ലിയർ ആയോ? പക്ഷേ യു എന്ന് പറയുന്നത് എസ് സ്ക്വയർ പ്ലസ് 1 ആണ്. അത് തിരിച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മറക്കരുത്. സോ ലോഗ് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 1 കിട്ടി. സെക്കൻഡ് ഇന്റഗ്രൽ ക്ലിയർ ആയി. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാൻ മറക്കരുത്, എസ് ടു ഇൻഫിനിറ്റി. ഇനി ഫസ്റ്റ് വൺ ഓൾറെഡി ഈ ഒരു ഫോമിലാണ് 1 ബൈ എസ് ഡി എസ്, അതായത് ലോഗ് എസ്. ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ ലോഗ് എസ് മൈനസ് 1 ബൈ 2 ലോഗ് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 1 വിത്തിൻ ദ ലിമിറ്റ്സ് എസ് ടു ഇൻഫിനിറ്റി. ഈ ഒരു ഫോമാണ് കിട്ടുക. ഇനി ഈ 1 ബൈ 2 എന്ന് പറയുന്നത്, അതായത് എ ലോഗ് എക്സ് എന്ന് പറയുന്നത് ലോഗ് ഓഫ് എക്സ് റേസ് ടു എ ആണ് അല്ലേ. ലോഗ് ഓഫ് എക്സ് റേസ് ടു എനെ എ ലോഗ് എക്സ് എന്ന് എഴുതാം. അപ്പോൾ അതേപോലെ ഈ 1 ബൈ 2 അപ്പോൾ എസ് സ്ക്വയർ പ്ലസ് 1 റേസ് ടു എന്ന് എഴുതിക്കൂടെ. സോ ലോഗ് എ മൈനസ് ലോഗ് ബി, അതായത് ലോഗ് എസ് മൈനസ് ലോഗ് ഓഫ് എസ് സ്ക്വയർ പ്ലസ് 1 ഹോൾ റേസ് ടു ഹാഫ്. ഈ റേസ് ടു ഹാഫ് ഉദ്ദേശിക്കുന്നത് സ്ക്വയർ റൂട്ട് ആണ്. ശരിയാണല്ലോ. ഇനി ലോഗ് എ മൈനസ് ലോഗ് ബി ലോഗ് എ ബൈ ബി ആണ്. അപ്പോൾ അതും കിട്ടി. അത്രയും സിംപ്ലിഫൈഡ് ആയി കിട്ടി. ലോഗ് ഓഫ് എസ് ബൈ റൂട്ട് എസ് സ്ക്വയർ പ്ലസ് 1, ലിമിറ്റ്സ് എസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോകണം. അതായത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എസ് ടെൻസ് ടു ഇൻഫിനിറ്റി. ലോവർ ലിമിറ്റ് പറഞ്ഞാൽ എസ് തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല അല്ലേ. അപ്പോൾ അപ്പർ ലിമിറ്റ് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം, എസ് ടെൻസ് ടു ഇൻഫിനിറ്റി. സോ സാധാരണ ഇതുപോലെ ഇൻഫിനിറ്റ് ലിമിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ടേംസിനെ ഡിവൈഡഡ് ബൈ എസ് ഫോമിലേക്ക് ആക്കാൻ നോക്കും. ശരിയല്ലേ. അപ്പോൾ ഹയസ്റ്റ് പവർ ഉള്ള ടേംസ് ഔട്ട്സൈഡ് എടുത്ത് ക്യാൻസൽ ചെയ്യാൻ നോക്കും എസിൻ്റെ. ഇപ്പോൾ ഇവിടെ ഓൾറെഡി എസ് ന്യൂമറേറ്ററിലുണ്ട്. ഡിനോമിനേറ്ററിൽ റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എസ് സ്ക്വയർ ഔട്ട്സൈഡ് എടുക്കാം. ഓക്കെ, റൂട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ്
എസ് സ്ക്വയർ എടുക്കണം. അപ്പോൾ റൂട്ടിൻ്റെ പുറത്ത് എഴുതുമ്പോൾ അത് എസ് ആയിട്ട് എഴുതും. ക്ലിയർ ആയി? അപ്പോൾ എസ് ഇൻറ്റു റൂട്ട് ഓഫ്, ഇപ്പോൾ ഇവിടെ 1 വരും, ഇവിടെ എസ് സ്ക്വയർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഔട്ട് സൈഡ് എടുത്തത് കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യാൻ ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ എഴുതാം. ഓക്കെ, അപ്പോൾ ഈ എസ്സും എസ്സും ക്യാൻസലായി. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. കാരണം ഈ എസ്സിന് ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ 1/∞ വരും. 1/∞ 0 ആണ്. അപ്പോൾ സ്ക്വയർ റൂട്ടിൻ്റെ ഉള്ളിൽ 1 + 0 വിച്ച് ഇസ് √1, അതായത് 1. ക്ലിയർ ആയല്ലോ? മറക്കരുത് ലോഗ് ഓഫ് 1 ആണ്. കാരണം നമ്മൾ ആ ലോഗ് ഓഫ് ആ എക്സ്പ്രഷനെയാണ് 1 എന്ന് കിട്ടിയത്. അപ്പോൾ ഇനി ലോഗ് 1 എന്ന് പറയുന്നത് ഇതുപോലെ നിങ്ങൾക്ക് log 1 minus log of s by root s square plus 1. നമുക്കറിയാം log 1 ഇപ്പോൾ ഇവിടെ 0 എടുത്തൂടെ എന്നുള്ളൊരു ഡൗട്ട് വരും. എടുക്കാം നിങ്ങൾക്ക്. log 1ന് 0 കൊടുക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ ആദ്യം ഞാൻ ഈ ചെയ്തത് പറഞ്ഞുതരാം. സപ്പോസ് log a minus log b എന്ന് പറഞ്ഞാൽ log a by b ആണ്. അപ്പോൾ 1 divided by s by root of s square plus 1. അപ്പോൾ ജസ്റ്റ് റെസിപ്രോക്കൽ ആയിട്ട് വരും. log of root s square plus 1 by s. ഇപ്പോൾ സപ്പോസ് log 1ന് 0 കൊടുത്തു. അപ്പോൾ നമുക്ക് സെക്കൻഡ് ടേം മാത്രം വരും മൈനസ് log s by root of s square plus 1. നിങ്ങൾ ഇങ്ങനെ ചെയ്താലും ഈ മൈനസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ പവർ ആയിട്ട് എഴുതാം. സോ s by root s square plus 1 raised to -1. അതായത് ഇതിപ്പോൾ ഈ പവർ പ്ലസ് ആക്കണമെങ്കിൽ ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുക? സെയിം ആൻസർ അല്ലേ? log of root s square plus 1 by s. ഓക്കെ, next question. Find Laplace of integral 0 to t e raised to -3t cos 2t dt. Okay, അപ്പോൾ Laplace of integral ആണ്. L of integral 0 to t f of t dt ഫോർമുല ആണ്. അത് നമുക്കറിയാം 1/s into f of s ആണ് തിയറം അല്ലേ? 1/s into f of s. f of s എന്ന് പറഞ്ഞാൽ f of t യുടെ ലാപ്ലേസ്. ഓക്കെ, സോ ഇവിടെ f of t എന്ന് പറയുന്നത് e raised to -3t into cos 2t ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ 1/s into f of s ൽ f of s ആദ്യം കണ്ടുപിടിക്കാം. ഓക്കെ, f of s എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ L of e raised to -3t cos 2t അതിന്റെ ലാപ്ലേസ് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് f of s minus a, അതായത് s minus -3 എന്താ s plus 3. ഓക്കെ, അപ്പോൾ cos 2t യുടെ ലാപ്ലേസ് നമുക്കറിയാം s by s square plus 4 ആണ്. അതിൽ എസിന് s plus 3 കൊടുക്കുക. ഈസി അല്ലേ? അപ്പോൾ എസിന് s plus 3 കൊടുത്തു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് s plus 3 by s plus 3 whole square plus 4. Therefore L of integral 0 to t f of t dt, f of s plus 3 ആണ് ഇവിടെ കിട്ടിയത്. പക്ഷെ 1/s ഇൻറ്റു വരും, അത് മറക്കരുത്, തിയറത്തിലുള്ളതാണ്. 1/s ഇൻറ്റു f of s ആണ്. f of s നമ്മൾ കണ്ടുപിടിച്ചത് e raised to -3t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് cos 2t ന്. അപ്പോൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം പ്രകാരം നമ്മൾ s ന് s plus 3 റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് f of s കിട്ടി. അതിൽ ഇൻറ്റു 1/s ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Laplace transform of integral 0 to t e raised to -t sin t whole divided by t dt. നമുക്കറിയാം L of integral 0 to t f of t dt എന്താ? f of s by s, അതായത് 1/s into f of s. അപ്പോൾ f of s കാണണമെങ്കിൽ f of t എന്ന് പറയുന്നത് e raised to -t sin t by t ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? 1/s into Laplace of f of t, that is e raised to -t sin t by t. ഇനി ഇവിടെ അപ്ലൈ ചെയ്യേണ്ട തിയറംസ് L of e raised to at f of t എന്നുള്ളത് f of s minus ആണ്. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ e raised to -t കഴിഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ sin t by t ആണ്. അപ്പോൾ sin t by t എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ലാപ്ലേസ് കണ്ടുപിടിക്കുക. അതിൽ എസിനെ s minus a ആയിട്ട് റീപ്ലേസ് ചെയ്യാം. a എന്ന് പറയുന്നത് -1 ആണ് അല്ലേ? അപ്പോൾ s minus -1 s plus 1. ക്ലിയർ ആയല്ലോ? ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ എക്സ്പ്രസ് ചെയ്തതാണ്. ഏത് ഫോമിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ലേ മനസ്സിലാക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്റഗ്രൽ ഉണ്ട്. ഇന്റഗ്രൽ 0 to t dt f of t dt ഫോമാണ്. അപ്പോൾ ആദ്യം തന്നെ f of s by s ചെയ്യണം. f of s കണ്ടുപിടിക്കണമെങ്കിൽ f of s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുമാണ് f of t. അപ്പോൾ L of e raised to -t sin t by t അതിന്റെ ലാപ്ലേസ് കാണണം. അതിന്റെ ലാപ്ലേസ് കാണുക എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഇൻറ്റു e raised to -t ചെയ്തത് കൊണ്ട് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്യണം.
സോ സൈൻ ടി ബൈ ടിയുടെ ലാപ്ലേസ് അത് കണ്ടുപിടിച്ചിട്ട് അതിൽ എസിനെ എസ് പ്ലസ് വൺ ആയിട്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 1/s ഇൻറ്റു അത് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ സൈൻ ടി ബൈ ടിയുടെ ലാപ്ലേസ് കണ്ടുപിടിക്കും. ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി, നമുക്കറിയാം എഫ് ഓഫ് ടി ബൈ ടി ഫോം വന്നു കഴിഞ്ഞാൽ ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എൽ ഓഫ് സൈൻ ടി, ഓക്കെ, ഡി എസ്. അതായത് എഫ് ഓഫ് ഇന്റഗ്രൽ എസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എസ് ഡി എസ് ആണ്. ഈ എഫ് ഓഫ് എസ് എന്ന് പറയുന്നത് എൽ ഓഫ് എഫ് ഓഫ് ടി. ഇവിടെ ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യണ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് സൈൻ ടി ആണ് അല്ലേ. അപ്പോൾ സൈൻ ടിയുടെ ഡെറിവേറ്റീവ് എ എന്ന് പറയുന്നത് 1 ആണ്. 1/s² + 1 ഇൻറ്റു ഡി എസ്. നമുക്കറിയാം ഇന്റഗ്രൽ 1/x² + 1 ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. അതുപോലെ ഇവിടെ ടാൻ ഇൻവേഴ്സ് എസ് വരും. ലിമിറ്റ്സ് എന്താ വരിക? എസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി മൈനസ് ടാൻ ഇൻവേഴ്സ് എസ്. ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി π/2 ആണ് അല്ലേ. ടാൻ ഇൻവേഴ്സ് എസ് അങ്ങനെ തന്നെ എഴുതാം. അപ്പോൾ നമുക്ക് എല്ലാം സൈൻ ടി ബൈ ടി കിട്ടി. ഇനി നെക്സ്റ്റ് ഇതേ ലാപ്ലേസ് അത് നമ്മൾ e റേസ് ടു മൈനസ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അതായത് എൽ ഓഫ് e റേസ് ടു മൈനസ് ടി സൈൻ ടി ബൈ ടി. ഓക്കെ, അതെങ്ങനെ വരും? എസിനെ നമ്മൾ എന്തായിട്ട് റീപ്ലേസ് ചെയ്യേണ്ടത്? ഷിഫ്റ്റിംഗ് തിയറം പ്രകാരം എസ് പ്ലസ് 1. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ആൻസറിൽ എസിനെ എസ് പ്ലസ് 1 ആയിട്ട് റീപ്ലേസ് ചെയ്യാം. സോ വി വിൽ ഗെറ്റ് ദിസ് മച്ച് പോർഷൻ, അതായത് e റേസ് ടു മൈനസ് ടി ഇൻറ്റു സൈൻ ടി ബൈ ടിയുടെ ലാപ്ലേസ് കിട്ടും. ക്ലിയർ ആയാലും ചെറിയൊരു മോഡിഫിക്കേഷൻ ആണ്, തിയറം കറക്റ്റായി പഠിച്ചാൽ മതി. അപ്പോൾ π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എസ് പ്ലസ് 1 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഫൈനൽ, അതായത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ഇന്റഗ്രൽ 0 ടു ടി ഈ ഒരു പോർഷൻ ഡി ടി എന്ന് പറയുന്നത് ഈ എൻറ്റയർ ടേം ഡിവൈഡഡ് ബൈ എസ്, അതായത് 1/s ഇൻറ്റു π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എസ് പ്ലസ് 1. ഇതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് എൽ ഇൻവേഴ്സ് ഓഫ്, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്, എസ് ഡിവൈഡഡ് ബൈ s² + 6s + 25. ഓക്കെ, അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ s² + ചെറിയൊരു റീ അറേഞ്ച്മെന്റ് ചെയ്യണം. നമ്മൾ +9 - 9 ചെയ്യാം. അപ്പോൾ നമുക്ക് s+3² ഫോം കിട്ടും. -9 + 25 എന്ന് പറയുന്നത് 16 ആണ്. അതിനെ 4² ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. ക്ലിയർ ആയല്ലോ. അപ്പോൾ s ഡിവൈഡ് ബൈ s+3² + 4² എന്ന് കിട്ടും. ഇനി എസിനെ അഗെയിൻ റീ അറേഞ്ച് ചെയ്യുക, +3 - 3, കാരണം ഈ s+3 ഫോമിൽ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ s+3 ഗ്രൂപ്പ് ചെയ്യുക, -3 ഡിവൈഡ് ബൈ s+3² + 4². ഇനി നമ്മൾ എൽ ഇൻവേഴ്സ് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, s+3 - 3 അതുണ്ടായിരുന്നല്ലോ. അപ്പോൾ s+3യുടെ ന്യൂമറേറ്റർ ടേം ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ സെയിം തന്നെ, അതിൻ്റെ എൽ ഇൻവേഴ്സ് എടുക്കുക. ഇനി -3 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഔട്ട്സൈഡ് എഴുതി ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ്, അപ്പോൾ -3 ഔട്ട്സൈഡ് എടുത്തോണ്ട് ന്യൂമറേറ്റർ 1 ആണ്, ഡിവൈഡഡ് ബൈ s+3² + 4². നെക്സ്റ്റ് നമ്മൾ ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം എസ് ഇസ് റീപ്ലേസ്ഡ് ബൈ s+3. ഓക്കെ, അതായത് എവിടെയെല്ലാം എസ് ഉണ്ട് അവിടെ s+3 വന്നിട്ടുണ്ട്, അതായത് ഷിഫ്റ്റിംഗ് തിയറം നടന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് എന്താ എഴുതേണ്ടത്? e റേസ് ടു മൈനസ് at, ഇവിടെ a+3 ആണ്. സോ e റേസ് ടു -3t ഇൻറ്റു എഫ് ഓഫ് ടി. ഈ എഫ് ഓഫ് ടി എന്ന് പറയുന്നത് s/s² + a², ഈ ഫോമിലാണ് നമുക്ക് തന്നിരിക്കുന്നത് എൽ ഇൻവേഴ്സ് ഓഫ്. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം cos at ആണ് അല്ലേ. അപ്പോൾ cos ഇൻറ്റു ഈ a എന്ന് പറയുന്നത്, ഓക്കെ, ഈ ഡിനോമിനേറ്ററിലെ സ്ക്വയറിലെ ടേം അതാണ് വരിക. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. e റേസ് ടു -at ഏതാണ് വന്നത്? ആ ഷിഫ്റ്റഡ് ടേം. ഓക്കെ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ആണ് വരിക. ഇനി സൈൻ at എന്ന് പറയുന്നത് ഇവിടെ താഴെ സ്ക്വയർ ചെയ്ത ടേമിൽ അതാണ് വരിക. അത് മാത്രം കൺഫ്യൂസ്ഡ് ആവാതെ എഴുതാം. സോ വിൽ ഗെറ്റ് e റേസ് ടു -3t ഇൻറ്റു cos 4t. ഇപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ കിട്ടി. ഇനി സെക്കൻഡ് ടേം, സെക്കൻഡ് ടേമിൻ്റെ 1 ഡിവൈഡഡ് ബൈ s+3² + 4² ആണ്. അപ്പോൾ ഇവിടെ എസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതിനെ s+3 - അങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷെ കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? എ ഫോം, അതായത് ഈ കോൺസ്റ്റന്റ് ടേം മുകളിൽ താഴെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 4 1/4 ഇൻറ്റു 4 ചെയ്യാം. ക്ലിയർ ആയി. ഇനി എൽ ഇൻവേഴ്സ് കുഴപ്പമില്ല, a/s² + a² ഫോം. എഗെയിൻ ഇവിടെ എസ് ഷിഫ്റ്റഡ് ആണ്. അപ്പോൾ e റേസ് ടു -3t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ദെൻ a/s² + a² ഫോം എന്ന് പറയുന്നത് സൈൻ at ആണ്. ആ a 4 ആണ്. ക്ലിയർ ആയല്ലോ. ഇനി ഇവിടെ ഒരു -3 ഉണ്ട്, ഡിവൈഡഡ് ബൈ 4 ഉണ്ട്, അത് എടുത്തെഴുതാൻ മറക്കരുത്. -3/4 e റേസ് ടു -3t sin 4t. അപ്പോൾ ഇവിടെ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ജസ്റ്റ് LCM എടുക്കുക, അതായത് ഈ 4 നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം.
അപ്പോൾ 4 e raised to minus 3t cos 4t അല്ലേ? എന്നിട്ട് ഈ 4 ഔട്ട്സൈഡ് എടുക്കാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ e raised to minus 3t കോമൺ ആണ് ആൻഡ് ബൈ 4 ഔട്ട്സൈഡ് എടുത്തു. അപ്പോൾ ഫസ്റ്റ് ടേമിന് ബൈ 4 ഇല്ലാത്തതുകൊണ്ട് ഇൻറ്റു 4 ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 4 cos 4t then minus 3 sin 4t. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് L ഇൻവേഴ്സ് ഓഫ് s square by s plus 1 whole cube. അഗെയിൻ റീഅറേഞ്ച്മെന്റ് തന്നെയാണ്, കാരണം ഡിനോമിനേറ്ററിൽ s plus 1 എന്നുള്ള ടേം ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ s സ്ക്വയർ കിട്ടണമെങ്കിൽ എന്തായാലും s plus 1 ഹോൾ സ്ക്വയർ ചെയ്യണം. അപ്പോൾ s plus 1 അതായത് പ്ലസ് 1 ഫോമിലേക്ക് ആക്കുകയും വേണം, പിന്നെ അത് മാത്രമല്ല s സ്ക്വയർ എന്നുള്ള ടേമും കിട്ടണം. അപ്പോൾ അതും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ s plus 1 ഹോൾ സ്ക്വയർ എന്നുള്ള ടേം ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, പക്ഷെ നമ്മൾ ഒരു മോഡിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഇക്വേഷന് മാറ്റം വരുത്തരുത്. അപ്പോൾ s plus 1 ഹോൾ സ്ക്വയർ ചെയ്താൽ s സ്ക്വയർ പ്ലസ് 2s plus 1 വരും. വെറും s സ്ക്വയർ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ 2s plus 1 എന്നുള്ളത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ മൈനസ് 2s മൈനസ് 1 കൊടുക്കണം. ക്ലിയർ ആയല്ലോ? s plus 1 ഹോൾ സ്ക്വയർ മൈനസ് 2s മൈനസ് 1. ഇതിപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇതിനെ ചെയ്ത് നോക്കിയാൽ ഫൈനൽ വാല്യൂ s സ്ക്വയർ തന്നെയാണ് കിട്ടുക. അപ്പോൾ ചേഞ്ച് വന്നിട്ടില്ല അല്ലേ? ഇനി again ഒരു റീഅറേഞ്ച്മെന്റ് s plus 1 ഹോൾ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എസിനെ റീഅറേഞ്ച് ചെയ്യുക. ആ എസിനെ വീണ്ടും നമ്മൾ s plus 1 ആയിട്ട് കൊടുക്കുകയാണ്, കാരണം എല്ലായിടത്തും s plus 1 ആവാൻ. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു s plus 1 ചെയ്താൽ ഇവിടെ ടേംസ് കിട്ടുന്നത് 2sഉം 2 ആണ്. ക്ലിയർ ആയോ? അപ്പോൾ മൈനസ് 2s plus 2. ഇനി ബാക്കിയുള്ളത് ആക്ച്വലി മൈനസ് 1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലസ് 1 കൊടുക്കുക. ഓക്കെ, ഒരു മിനിറ്റ്. ഒന്നുകൂടി പറഞ്ഞുതരാം. മൈനസ് 2 ഇൻറ്റു എസ് പ്ലസ് 1 പ്ലസ് 1 ആണ് ചെയ്തത്. ഓക്കെ, ഇതാണ് റീഅറേഞ്ച്മെന്റ് ചെയ്തത്. നമുക്ക് നോക്കാം തിരിച്ച് പഴയ ആ ഒരു സെയിം ടേം തന്നെ കിട്ടുന്നുണ്ടോന്ന്. ആദ്യം മൈനസ് 2s മൈനസ് 1 ആയിരുന്നു. ഓക്കെ, അത് തന്നെ കിട്ടുന്നുണ്ടോ നോക്കാം. സോ ഇവിടെ കിട്ടുന്ന ടേംസ് മൈനസ് 2s മൈനസ് 2 പ്ലസ് 1. മൈനസ് 2 പ്ലസ് 1 മൈനസ് 1 ആണ്. അപ്പോൾ അത് തന്നെയല്ലേ കിട്ടുന്നത് അല്ലേ? അപ്പോൾ ആ ഒരു റീഅറേഞ്ച്മെന്റ് ചെയ്യാം. എസിനെ എസ് പ്ലസ് 1 ആയിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ടേംസ് കിട്ടും അത് കോമ്പൻസേറ്റ് ചെയ്യാൻ, ആ ഇക്വേഷൻ ചേഞ്ച് വരുത്താതിരിക്കാൻ എന്താ ടേംസ് ആഡ് ചെയ്യേണ്ടത് സബ്ട്രാക്ട് ചെയ്യേണ്ടത് അത് മനസ്സിലാക്കുക. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് 1 എന്ന് ഇൻക്ലൂഡ് ചെയ്തത്. ക്ലിയർ ആയല്ലോ? ഇനി ഇത് നോക്കിയാൽ തന്നെ അറിയാം എസ് ഇസ് ഷിഫ്റ്റഡ് ടു എസ് പ്ലസ് 1 അല്ലെ? അതിൻ്റെ അർത്ഥം എ എന്ന് പറയുന്നത് മൈനസ് 1. ദാറ്റ് മീൻസ് ഇ റേസ് ടു എ ടി, അതായത് ഇ റേസ് ടു മൈനസ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് ഇ റേസ് ടു മൈനസ് ടി കൊണ്ട് ഫംഗ്ഷൻ മൾട്ടിപ്ലൈഡ് ആയിട്ടുണ്ട്, അതല്ലേ മീനിങ്? അപ്പോൾ ഇ റേസ് ടു മൈനസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഫോമിലാണ് അപ്പോൾ നമുക്ക് കിട്ടേണ്ടത്. ആ എഫ് ഓഫ് ടി കണ്ടുപിടിക്കണമെങ്കിൽ എൽ ഇൻവേഴ്സ് ഓഫ് എന്തായിരിക്കും വരിക? ഇനി എസ് പ്ലസ് 1 പകരം സാധാരണ നിങ്ങൾ എസിന്റെ ടേംസിൽ ആലോചിച്ച് നോക്കൂ. എസ് പ്ലസ് 1 വന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ ഇ റേസ് ടു മൈനസ് ടി എന്ന് കൊടുത്തത്. ഓക്കെ, ഫസ്റ്റ് ഷിഫ്റ്റിംഗ് എസ് പ്ലസ് 1 വന്നത് കൊണ്ട് ഇ റേസ് ടു മൈനസ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി എൽ ഇൻവേഴ്സ് ഓഫ് സാധാരണ എസ് സ്ക്വയർ മൈനസ് 2s പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് ക്യൂബ്. ക്ലിയർ ആയല്ലോ ഈ ഒരു ടേം? പിന്നെ ഇത് സാധാരണ നിങ്ങൾ ഡിനോമിനേറ്റർ സ്പ്ലിറ്റ് ആയി കൊടുക്കുക. അപ്പോൾ എൽ ഇൻവേഴ്സ് എന്നിട്ട് എൽ ഇൻവേഴ്സും സ്പ്ലിറ്റ് ആക്കുക. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ്, ഫസ്റ്റ് ടേം എസ് സ്ക്വയർ ബൈ എസ് ക്യൂബ് അല്ലേ? ക്യാൻസൽ ചെയ്താൽ ബൈ എസ് വരും. എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ്. നെക്സ്റ്റ് ടേം എന്താ വരിക? മൈനസ് 2s ബൈ എസ് ക്യൂബ് ആണ്, അതായത് മൈനസ് 2 ബൈ എസ് സ്ക്വയർ. ഓക്കെ, മൈനസ് 2 ഔട്ട് സൈഡ് ആണ്. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് ക്യൂബ്. അവിടെ വേറെ ഒന്നും ക്യാൻസൽ ചെയ്യാനില്ല. ഇനി ഓരോന്നിൻ്റെ എൽ ഇൻവേഴ്സ് 1 ബൈ എസിൻ്റെ 1 ആണ്. മൈനസ് 2 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ സ്ക്വയർ ടി ആണ്, അപ്പോൾ മൈനസ് 2t പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് ക്യൂബ് എന്താ? ടി റേസ് ടു 2 ബൈ 2. ഓക്കെ, ഹോൾ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി അത് എഴുതാൻ മറക്കരുത്. ഇത് എന്തുകൊണ്ടാണ് ഇൻക്ലൂഡ് ചെയ്തത്? ഷിഫ്റ്റഡ് ഫോം ഉള്ളത് കൊണ്ടാണ്. എസ് എസ് പ്ലസ് 1 ഉള്ളത് കൊണ്ടാണ് ഇ റേസ് ടു മൈനസ് ടി, അതായത് എ മൈനസ് 1 ആയതുകൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് എൽ ഇൻവേഴ്സ് ഓഫ് 2s സ്ക്വയർ പ്ലസ് 5s മൈനസ് 4 ഡിവൈഡഡ് ബൈ എസ് ക്യൂബ് പ്ലസ് എസ് സ്ക്വയർ മൈനസ് 2s. അപ്പോൾ എൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റീഅറേഞ്ച്മെന്റ്സ് എന്തെങ്കിലും ചെയ്യണോ, അല്ലെങ്കിൽ ഇവിടെ ഇപ്പോൾ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അതായത് എസ് ഇവിടെ കോമൺ ആണ്, കണ്ടോ? എല്ലാ ടേംസിലും കോമൺ ആണ്. അപ്പോൾ ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്.
എസ് ഔട്ട്സൈഡ് എടുത്താൽ എസ് സ്ക്വയർ പ്ലസ് എസ് മൈനസ് 2 വരും. ഈ എസ് സ്ക്വയർ പ്ലസ് എസ് മൈനസ് 2 എന്ന് പറയുന്നത് എസ് മൈനസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. ശരിയല്ലേ? ഒരു എസ് ഉണ്ട് ഇവിടെ. ഇങ്ങനെ നമുക്ക് ഫാക്ടറൈസ്ഡ് ഫോമിൽ ഡിനോമിനേറ്റർ വരികയാണെങ്കിൽ നിങ്ങൾ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തിട്ട് എൽ ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ ഈസി ആയിരിക്കും. ഓക്കെ, ഡിനോമിനേറ്ററിനെ ഇതുപോലെ ഫാക്ടറൈസ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എസും എസ് മൈനസ് 1ഉം എസ് പ്ലസ് 2ഉം ഡിസ്റ്റിങ് ഫാക്ടേഴ്സ് ആണ്. പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുക. എ ബൈ എസ് പ്ലസ് ബി ബൈ എസ് മൈനസ് 1 പ്ലസ് സി ബൈ എസ് പ്ലസ് 2 ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ്, അതായത് ആ എഫ് ഓഫ് എസ് എന്താണോ അതാണ് നമ്മളിപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ വഴി മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഈ ടേംസ് എടുത്തത്. ഇനി എ ഇൻറ്റു, അതായത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എൽ സി എം എന്ത് വരും? എസ് ഇൻറ്റു എസ് മൈനസ് 1 ഇൻറ്റു എസ് പ്ലസ് 2. സോ എ ബൈ എസ് ഉണ്ട്, അപ്പോൾ ഇല്ലാത്ത ടേംസ് എസ് മൈനസ് 1ഉം എസ് പ്ലസ് 2 അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. പ്ലസ് ബി ബൈ എസ് മൈനസ് 1 ഓൾറെഡി ഉണ്ട്, അപ്പോൾ എസ് ഇൻറ്റു എസ് പ്ലസ് 2 മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ സി ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു എസ് മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ എൽ സി എം എടുക്കുമ്പോൾ എല്ലാ ടേംസും മൾട്ടിപ്ലൈ ചെയ്യുക. എസ് ഇൻറ്റു എസ് മൈനസ് 1 ഇൻറ്റു എസ് പ്ലസ് 2. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് നോക്കിയാൽ അറിയാം എൽ എച്ച് എസ് ആൻഡ് ആർ എച്ച് എസിലെ ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആയി. അപ്പോൾ നമുക്ക് ന്യൂമറേറ്റേഴ്സ് ഇക്വേറ്റ് ചെയ്യാലോ. എസ് ഇൻറ്റു എസ് മൈനസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ ആയി, ദാറ്റ് മീൻസ് ന്യൂമറേറ്റേഴ്സ് ആർ ഈക്വൽ. അപ്പോൾ 2s സ്ക്വയർ പ്ലസ് 5s മൈനസ് 4 ഈക്വൽ ടു ബാക്കി ടേംസ് എ ബി സി ടേംസ് ചെയ്ത്. ഇനി നമ്മൾ എ ബി സി കണ്ടുപിടിക്കണം. അതിന് എസിന് ഡിഫറെൻറ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ എസ് ഉള്ള ടേംസ് നോക്കൂ, പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത് ബിയും സി ആണ്. അപ്പോൾ എസിന് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ രണ്ട് ടേംസ് ക്യാൻസൽ ചെയ്യാം. എസ് ഈക്വൽ ടു 0 കൊടുത്താൽ ഇവിടെയും എൽ എച്ച് എസിലും അതേ സമയം എസിന് 0 കൊടുക്കണം. സോ ഇവിടെ -4 മാത്രം വരും. ശരിയല്ല? എയുടെ ടേമും വരും. അപ്പോൾ അങ്ങനെ നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ ഇതേപോലെ ട്രയൽ ആൻഡ് എറർ വെച്ചിട്ട് നിങ്ങൾക്ക് ടേംസ് നോക്കിയാൽ അറിയാം ഏത് കൊടുത്താലാണ് രണ്ട് ടേംസ് ക്യാൻസൽ ചെയ്ത് ലാസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ പറ്റുക. അതനുസരിച്ചിട്ട് എസിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എസിന് 0 കൊടുക്കുമ്പോൾ -4 ഇക്വൽ ടു -2a കിട്ടും, എ ഇക്വൽ ടു 2 കിട്ടും. അതുപോലെ എസിന് 1 കൊടുക്കുമ്പോൾ, അതായത് എസ് മൈനസ് 1 ടേംസ് ക്യാൻസൽ ആവും, ദാറ്റ് ഇസ് എ ആൻഡ് സി ടേംസ് ക്യാൻസൽ ആയി. അപ്പോൾ നമുക്ക് ബിയുടെ വാല്യൂ 1 കിട്ടും. സിമിലർലി എസ് ഈക്വൽ ടു -2 കൊടുത്താൽ എസ് പ്ലസ് 2 ടേംസ് ഉള്ളത് എ ആൻഡ് ബി അതെല്ലാം ക്യാൻസൽ ആയിപ്പോൾ. സോ -6 ഈക്വൽ ടു സി ഇൻറ്റു 6 വരും. സിയുടെ ടേം കിട്ടും, സി ഈക്വൽ ടു -1 കിട്ടി. ഇനി നമുക്ക് ഫൈനലി എ ബി സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് എൽ ഇൻവേഴ്സ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എ ബൈ എസ് എന്ന് പറഞ്ഞാൽ 2 ബൈ എസ് പ്ലസ് ബി ബൈ എസ് മൈനസ് 1 പറഞ്ഞാൽ 1 ബൈ എസ് മൈനസ് 1 പ്ലസ് സി ബൈ എസ് പ്ലസ് 2 പറഞ്ഞാൽ -1 ബൈ എസ് പ്ലസ് 2. ഇതിന് ഈസി ആയില്ലേ? 2 ബൈ എസിൻ്റെ 2 ഇൻറ്റു 1 ബൈ എസിൻ്റെ എൽ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 2 ഇൻറ്റു 1 പ്ലസ് 1 ബൈ എസ് മൈനസ് എയുടെ ഇ റേസ് ടു 80 ആണ്. അപ്പോൾ ഇ റേസ് ടു ടി അല്ലേ? എ എന്ന് പറയുന്നത് 1 ആൻഡ് ലാസ്റ്റ് 1 മൈനസ്, കാരണം ഇവിടെ ഒരു മൈനസ് ഉണ്ട്, 1 ബൈ എസ് പ്ലസ് എ ഇ റേസ് ടു -80 ആണ്. അതായത് ഇ റേസ് ടു -2 ആണ് വരിക, ഇ റേസ് ടു -2t. ഇതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് എൽ ഇൻവേഴ്സ് ഓഫ് 4s പ്ലസ് 5 ബൈ എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് 2. ഓൾറെഡി ഇതുപോലെ ഫാക്ടേഴ്സ് ഫോമിലാണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ എഗെയിൻ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. എസ് പ്ലസ് 1 എന്ന് പറയുന്ന ഫാക്ടർ റിപ്പീറ്റ് ആയി വന്നു. സോ നമ്മൾ കൺസേൺഡ് ടേംസ് രണ്ടെണ്ണം എടുക്കണം. ഒന്ന് എ ബൈ എസ് പ്ലസ് 1 പിന്നെ ബി ബൈ എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ, ദെൻ പ്ലസ് സി ഡിവൈഡ് ബൈ എസ് പ്ലസ് 2. എഗെയിൻ എൽ സി എം എടുക്കുക. ഇല്ലാത്ത ടേംസ് ഇവിടെ എസ് പ്ലസ് 1 ഉണ്ട്, അപ്പോൾ ഇല്ലാത്തത് എസ് പ്ലസ് 1ഉം എസ് പ്ലസ് 2. സോ എ ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 പ്ലസ് ബി ഇൻറ്റു എസ് പ്ലസ് 2 പ്ലസ് സി ഇൻറ്റു എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു എസ് പ്ലസ് 2. ഇനി നമുക്ക് എൽ എച്ച് എസ് ആൻഡ് ആർ എച്ച് എസിലെ ന്യൂമറേറ്റേഴ്സ് ഇക്വേറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ഒന്നെങ്കിൽ കോയിഫിഷ്യൻസ് കമ്പയർ ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് ഈസി അത് ചെയ്യാം. ഒന്നെങ്കിൽ കോയിഫിഷ്യൻസ് കമ്പയർ ചെയ്യാം. അപ്പോൾ കോയിഫിഷ്യൻസ് കമ്പയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എസ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ 0 ആണ് എൽ എച്ച് എസിൽ, എസിൻ്റെ കോയിഫിഷ്യൻ 4 ആണ് ആൻഡ് കോൺസ്റ്റന്റ് 5 ആണ്. ആർ എച്ച് എസിൽ നോക്കിയാൽ അറിയാം ഇതേപോലെ. ഇവിടെ ഇപ്പോൾ എസ് ഇപ്പോൾ 0 കൊടുത്താലും ഒരു ടേമും ക്യാൻസൽ ആയി പോകുന്നില്ല, എല്ലാം ടേംസ് കിട്ടും. ക്ലിയർ ആയി? അല്ലെങ്കിൽ എസിന് -1 കൊടുക്കാം. -1 കൊടുത്താൽ എയുടെ ടേം ക്യാൻസൽ ആവും, സിയുടെ ടേം ക്യാൻസൽ ആവും, ബിയുടെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ എങ്ങനെ വേണമെങ്കിലും. ഇനിയിപ്പോൾ സപ്പോസ് കോയിഫിഷ്യൻസ് കമ്പയർ ചെയ്യണ മെത്തേഡാണെന്ന് വിചാരിക്കാം, അതിന് കൂടി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ 0s സ്ക്വയർ പ്ലസ് 4s പ്ലസ് 5 നിങ്ങളിപ്പോൾ ഇതെല്ലാം ചെയ്ത് നോക്കൊന്നും വേണ്ട. എസ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് ചെയ്ത വരെ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ തന്നെ അറിയാം. എസ് ഇൻറ്റു എസ്
ഇൻറ്റു എ ആണ് വരിക അല്ലേ. അപ്പോൾ എ ടേം വരുള്ളൂ, ബാക്കി ഒരു ടേമും എസ് സ്ക്വയർ വരില്ല. നെക്സ്റ്റ് വൺ ഇവിടെ എസ് സ്ക്വയറിൻ്റെ ടേം വരില്ല. ഹിയർ ഇത് ഇലാബറേറ്റ് ചെയ്താൽ എസ് സ്ക്വയർ ഇൻറ്റു സി വരും, കാരണം ഇത് ഹോൾ സ്ക്വയർ അല്ല. അപ്പോൾ പ്ലസ് സി ഈക്വൽ ടു എൽ എച്ച് എസിലെ എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ 0 ആണ്. അപ്പോൾ എ പ്ലസ് സി ഈക്വൽ ടു 0, ദാറ്റ് ഈസ് എ ഈക്വൽ ടു മൈനസ് സി. അപ്പോൾ ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ കോഎഫിഷ്യൻസും കമ്പയർ ചെയ്യാം. അപ്പോൾ ഇവിടെ എസ് ഈക്വൽ ടു -1 കൊടുത്തു. അപ്പോൾ ചില കേസസിൽ നിങ്ങൾക്ക് കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടി ഈസി ആയിട്ട് കിട്ടുക. അപ്പോൾ എങ്ങനെയാണ് പ്രോബ്ലം നോക്കിയിട്ട് ചെയ്യാം. എസ് ഈക്വൽ ടു -1 കൊടുക്കുമ്പോൾ എ ആൻഡ് സി ക്യാൻസലായി ബിയുടെ വാല്യൂ ഇതുപോലെ 1 കിട്ടും. ആൻഡ് എസ് ഈക്വൽ ടു -2 കൊടുക്കുമ്പോൾ സിയുടെ വാല്യൂ -3 കിട്ടും. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ ഇവിടെ കമ്പയർ ചെയ്തു. അതായത് ഇപ്പോൾ ബിയും സിയും നമുക്കിപ്പോൾ ആകെ കൂടി ഫാക്ടേഴ്സ് ഒന്നുകിൽ -1 കൊടുക്കാം, -2 കൊടുക്കാം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ബിയും സിയെ കിട്ടിയിട്ടുള്ളൂ. ഒരെണ്ണം കൂടി കണ്ടുപിടിക്കണം ഇക്വേഷൻ അല്ലേ. അതും എനെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഇക്വേഷൻ കണ്ടുപിടിക്കണം, കാരണം എ ആണ് ഇനി അൺനോൺ ആയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ കമ്പയർ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ എ ഈക്വൽ ടു -c കിട്ടിയാൽ സി ഓൾറെഡി നമുക്ക് -3 കിട്ടി. സോ വിൽ ഗെറ്റ് എ ആസ് 3. Therefore ഫൈനലി നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ എൽ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ബൈ എസ് പ്ലസ് 1, 3 ബൈ എസ് പ്ലസ് 1 എൽ ഇൻവേഴ്സ് പ്ലസ് എൽ ഇൻവേഴ്സ് 1 ബൈ എസ് പ്ലസ് 1 ഹോൾ സ്ക്വയർ, കാരണം ബി എന്ന് പറയുന്നത് 1 ആണ്, പ്ലസ് എൽ ഇൻവേഴ്സ് സി എന്ന് പറയുന്നത് -3 ബൈ എസ് പ്ലസ് 2. ക്ലിയർ ആയല്ലോ. ഇനി ഓരോന്നിൻ്റെ എൽ ഇൻവേഴ്സ് കാണാം. കോൺസ്റ്റൻസ് ഔട്ട് സൈഡ് എഴുതുക. 3 ഇൻറ്റു ഇ റേസ് ടു എസ് പ്ലസ് എയുടെ ഇ റേസ് ടു -80 ആണ്. സോ ഇ റേസ് ടു -t പ്ലസ് 1 ബൈ എസ് പ്ലസ് എ ഹോൾ സ്ക്വയർ. അതായത് ഇവിടെ ഷിഫ്റ്റിംഗ് നടന്നിട്ടുണ്ട്. എസിന് പകരം എന്താ വന്നിട്ടുള്ളത്, എസ് പ്ലസ് 1. അപ്പോൾ ഇ റേസ് ടു -t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അത് മാത്രമല്ല 1 ബൈ എസ് സ്ക്വയർ ആണ് ഫംഗ്ഷൻ. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് എന്താ, ടി. സോ ടി ഇൻറ്റു ഇ റേസ് ടു -t. ഇനി -3 ഇൻറ്റു 1 ബൈ എസ് പ്ലസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻ ഷിഫ്റ്റഡ് ആണ്. 1 ബൈ എസ് പ്ലസ് 2 മീൻസ് എസിന് എസ് പ്ലസ് 2 വന്നതുകൊണ്ട് ഇ റേസ് ടു -2t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി ഫംഗ്ഷൻ എന്താ വരിക, 1 ബൈ എസ് എഫ് ഓഫ് എസ്, അതിൻ്റെ എൽ ഇൻവേഴ്സ് എന്താ 1 ആണ്. സോ -3 ഇൻറ്റു 1 ഇൻറ്റു ഇ റേസ് ടു -2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് എൽ ഇൻവേഴ്സ് ഓഫ് 3s പ്ലസ് 1 ബൈ എസ് മൈനസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1. ഇത് ഞാൻ ഡിഫറെൻറ്റ് ടേംസ് വരുന്ന രീതിയിൽ പാർഷ്യൽ ഫ്രാക്ഷൻ അത് ഇൻക്ലൂഡ് ചെയ്തതാണ്. ഇപ്പോൾ ഒരു തേർഡ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നമ്മൾ ഈ ഇൻവേഴ്സ് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് പറയുന്നത്. അപ്പോൾ ഓരോന്നിലും നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് ഡിഫറെൻറ്റ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് പാർഷ്യൽ ഫ്രാക്ഷനിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ഫാക്ടേഴ്സ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അത് മാത്രം മനസ്സിലാക്കാൻ, അത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൽ ഇൻവേഴ്സ് വെച്ചിട്ട് ഉള്ള പ്രോബ്ലംസ് ഒക്കെ ഷുവറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ടോപ്പിക്കും കൂടിയാണ്. അപ്പോൾ ലെറ്റ് 3s പ്ലസ് 1 ബൈ എസ് മൈനസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1 ബി. ഇവിടെ ഈ എസ് സ്ക്വയർ പ്ലസ് 1 ശ്രദ്ധിച്ചാൽ അറിയാം അതിനെ ഫെർദർ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എസ് മൈനസ് 1 കറസ്പോണ്ടിങ് എ ടേം എടുക്കാം. പക്ഷേ എസ് സ്ക്വയർ പ്ലസ് 1 കറസ്പോണ്ടിങ് ആയിട്ട് ബി എസ് പ്ലസ് സി എടുക്കാം. ക്ലിയർ ആയല്ലോ, ബി എസ് പ്ലസ് സി ബൈ എസ് സ്ക്വയർ പ്ലസ് 1. ഇനി നമ്മൾ എൽ സി എം എടുക്കുക, എന്നിട്ട് ന്യൂമറേറ്റേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. ക്ലിയർ ആയല്ലോ. അഗെയിൻ എസിന് ഓരോ വാല്യൂസ് കൊടുക്കുക. അപ്പോൾ എസിന് 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ ഈക്വൽ ടു 2 കിട്ടും. ഓക്കെ, ആൻഡ് എസിന് 1 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം ബി സി ടേം ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്ക് എയുടെ വാല്യൂ 2 കിട്ടും. ഇനി എസിന് 0 കൊടുക്കുക. 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ജസ്റ്റ് ഇൻ ടേംസ് ഓഫ് എ ആൻഡ് സി ഒരു ഇക്വേഷൻ കിട്ടും അല്ലേ. അതിൽ നിന്ന് സിയുടെ വാല്യൂ കാണാം, കാരണം എ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നെക്സ്റ്റ് നമ്മൾ ഇക്വേഷൻ, അതായത് കോയിഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ എസ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ നോക്കാം നമുക്ക്. എസ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ കണ്ടോ, എ ഇൻറ്റു എസ് സ്ക്വയർ. അപ്പോൾ എ വരും, ആൻഡ് ബി ഇൻറ്റു എസ് ഇൻറ്റു എസ്, അതായത് ബി വരും. അപ്പോൾ എ പ്ലസ് ബി. എൽ എച്ച് എസിൽ 0 ആണ് എസ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ. അപ്പോൾ 0 ഈക്വൽ ടു എ പ്ലസ് ബി. ബി മൈനസ് എ കിട്ടും, ദാറ്റ് ഈസ് -2 ആണ് ബി. ഫൈനലി നമുക്ക് എൽ ഇൻവേഴ്സ് ഓഫ് 3s പ്ലസ് 1 ബൈ എസ് മൈനസ് 1 ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 1 ഇസ് എൽ ഇൻവേഴ്സ് ഓഫ് എ ബൈ, അതായത് 2 ബൈ എസ് മൈനസ് 1 പ്ലസ് എൽ ഇൻവേഴ്സ് ഓഫ് ബി എസ് പ്ലസ് സി, ദാറ്റ് ഈസ് -2s പ്ലസ് 1 ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1. ഇത് അഗെയിൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. -2s ബൈ എസ് സ്ക്വയർ പ്ലസ് 1 പ്ലസ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1 എന്നിട്ട് എൽ ഇൻവേഴ്സ് കാണാം. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഈ -2 കോൺസ്റ്റന്റ് അത് ഔട്ട് സൈഡ് എഴുതുക, ആൻഡ് അതർ വൺ സ്പ്ലിറ്റ് ചെയ്ത് അങ്ങനെ തന്നെ എഴുതാം. അപ്പോൾ ഫസ്റ്റ് കേസിലും ഫസ്റ്റ് ടേമിൽ 2 ഔട്ട് സൈഡ് എടുക്കാം. 2 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1 ബൈ എസ് മൈനസ് 1.
ഇവിടെ നോക്കിയാൽ അറിയാം ഷിഫ്റ്റിംഗ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇ റേസ് ടു 1t, അതായത് ഇ റേസ് ടു ടി ഇൻറ്റു 1/sന്റെ ഇൻവേഴ്സ് 1 ആണ്. അപ്പോൾ 2 ഇ റേസ് ടു ടി തന്നെ വരുള്ളൂ. മൈനസ് 2 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് 1. അവിടെ ഷിഫ്റ്റിംഗ് ഒന്നുമില്ല, ഡയറക്റ്റ് ആണ്. കോസ് ടി ആണ് വരിക, a1 അല്ലേ, കോസ് ടി പ്ലസ് 1 ബൈ എസ് സ്ക്വയർ പ്ലസ് 1, എ ബൈ സൈൻ സോറി എ ഡിവൈഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഫോം, അതായത് സൈൻ എ ടി. എ എന്ന് പറയുന്നത് 1 ആണ്. So final answer 2 e raised to t minus 2 cos t plus sin t. Next question, using Laplace transform solve the differential equation y double dash minus 3y dash plus 2y equal to 4 where y of 0 equal to 2 y dash of 0 equal to 3. അപ്പോൾ ഇതുപോലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനും ലാപ്ലേസ് ട്രാൻസ്ഫോം ചോദിക്കാറുണ്ട്. ഇനീഷ്യൽ വാല്യൂസും തരാറുണ്ട്, മനസ്സിലായി. അപ്പോൾ ആദ്യം തന്നെ ലാപ്ലേസ് ട്രാൻസ്ഫോം തന്നിരിക്കുന്ന ഇക്വേഷന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കാം, LHSലും RHSലും. ഓരോന്നും സെപ്പറേറ്റ് ടേംസ് എടുക്കാം, മനസ്സിലായി. ഇപ്പോൾ y ഡബിൾ ഡാഷിന്റെ ലാപ്ലേസ് എന്ന് പറയുന്നത് എസ് സ്ക്വയർ എൽ ഓഫ് വൈ മൈനസ് എസ് വൈ ഓഫ് 0 മൈനസ് വൈ ഡാഷ് ഓഫ് 0. ഇതെല്ലാം പഠിച്ചിരിക്കാം. നെക്സ്റ്റ് ടേം y ഡാഷിന്റെ മൈനസ് 3 ഇൻറ്റു എൽ ഓഫ് വൈ ഡാഷ്. ഇപ്പോൾ എൽ ഓഫ് വൈ ഡാഷ് എന്ന് പറയുന്നത് എസ് എൽ ഓഫ് വൈ മൈനസ് വൈ ഓഫ് 0. ലാസ്റ്റ് വൺ പ്ലസ് 2 എൽ ഓഫ് വൈ ഈക്വൽ ടു 4 എൽ ഓഫ് 1. ഇനി ഓരോന്നും അറിയാവുന്നത്, അതായത് എൽ ഓഫ് വൈ എന്നുള്ള ടേംസ് മാത്രം നിങ്ങൾ LHSൽ ഗ്രൂപ്പ് ചെയ്യാം. ബാക്കിയെല്ലാം അറിയുന്നത് ലാപ്ലേസ് കണ്ടുപിടിക്കുക ആൻഡ് RHSലേക്ക് കൊണ്ടുപോകാം. സോ ഇവിടെ കിട്ടുന്ന ടേംസ് എന്തൊക്കെയായിരിക്കും? എൽ ഓഫ് വൈയുടെ ടേംസ് ഇവിടെ ഗ്രൂപ്പ് ചെയ്യുക. എൽ ഓഫ് വൈയുടെ ടേംസ് ഉണ്ട് എസ് സ്ക്വയർ വരും, ദെൻ മൈനസ് 3s വരും, ഓക്കെ, പ്ലസ് 2. അപ്പോൾ എസ് സ്ക്വയർ മൈനസ് 3s പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് വൈ. ബാക്കി ടേംസ് എന്തൊക്കെയാണ് വരിക? y ഓഫ് 0 എന്ന് പറയുന്നത് 2 ആണ് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ ഇവിടെ മൈനസ് 2s വരും അല്ലേ. ഇനി y ഡാഷ് ഓഫ് 0 3 ആണ്, സോ മൈനസ് 3. അപ്പോൾ മൈനസ് 2s മൈനസ് 3. ഇനി നെക്സ്റ്റ് ഇവിടെ മൈനസ് 3 ഇൻറ്റു മൈനസ് y ഓഫ് 0, അതായത് പ്ലസ് 3 y ഓഫ് 0. y ഓഫ് 0 എന്ന് പറയുന്നത് 2 ആണ്, അപ്പോൾ പ്ലസ് 6. ക്ലിയർ ആയോ? ഈക്വൽ ടു, ഇപ്പോൾ എല്ലാ ടേംസും വന്നു കഴിഞ്ഞു. ഇനി ഈക്വൽ ടു 4 ഇൻറ്റു എൽ ഓഫ് 1. എൽ ഓഫ് 1 1/s ആണ്, അപ്പോൾ 4/s. ഓക്കെ, ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തിട്ട് എൽ ഓഫ് വൈ കണ്ടുപിടിക്കാം. ഓക്കെ, ഈ ഒരു കോയിഫിഷ്യന്റ് RHSലേക്ക് ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ നമുക്ക് എൽ ഓഫ് വൈ എന്ന് പറയുന്നത് 2s സ്ക്വയർ മൈനസ് 3s പ്ലസ് 4 ഡിവൈഡഡ് ബൈ എസ് ഇൻറ്റു ഈ ഒരു ടേം വരും. ഇതിപ്പോൾ നമ്മൾ അവിടെ RHSലുള്ള ടേംസിനൊക്കെ ജസ്റ്റ് LCM എടുത്തതാണ്. ക്ലിയർ ആയി? അത്രയേ ഉള്ളൂ. അപ്പോൾ എൽ ഓഫ് വൈ ഈക്വൽ ടു 2s സ്ക്വയർ മൈനസ് 3s പ്ലസ് 4 ബൈ എസ് സ്ക്വയർ മൈനസ് 3s പ്ലസ് 2 ഹോൾ ഇൻറ്റു എസ്. ഓക്കെ, ഇനി അഗെയിൻ ഇതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. എസ് മൈനസ് 2 ഇൻറ്റു എസ് മൈനസ് 1 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അഗെയിൻ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്യാം. എ ബൈ എസ് പ്ലസ് ബി ബൈ എസ് മൈനസ് 2 പ്ലസ് സി ബൈ എസ് മൈനസ് 1. എന്നിട്ട് LCM എടുത്തിട്ട് ന്യൂമറേറ്റേഴ്സ് ഇക്വേറ്റ് ചെയ്യാം. എസിന് ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുക്കാം. എസ് ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ 4 ഈക്വൽ ടു 2a, ഐ മീൻ 2a കിട്ടും. അതായത് 2a വരുമ്പോൾ 2ഉം 4ഉം ക്യാൻസൽ ചെയ്ത് 2, എയുടെ വാല്യൂ 2 കിട്ടി. ഇനി എസ് ഈക്വൽ ടു 1 കൊടുക്കാം. എസ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ ഇതേപോലെ സിയുടെ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. സി ഈക്വൽ ടു മൈനസ് 3 കിട്ടും. എസിന് 2 കൊടുക്കുമ്പോൾ ബിയുടെ വാല്യൂ 3 കിട്ടും. ഫൈനലി എൽ ഓഫ് വൈ എന്ന് പറയുന്നത് നമുക്ക് എ ബൈ എസ്, അതായത് 2/s പ്ലസ് 3/s മൈനസ് 2 മൈനസ് 3/s മൈനസ് 1 കിട്ടും. ഇനി y നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത് y ആണ്. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത് എൽ ഓഫ് വൈ ആണ്, ലാപ്ലേസ് ഓഫ് വൈ. അപ്പോൾ y കിട്ടണമെങ്കിൽ ഈ എല്ലിനെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ എൽ ഇൻവേഴ്സ് ഓഫ് ഓരോ ടേംസും സെപ്പറേറ്റ് ആയി ചെയ്യും. അപ്പോൾ 2 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s എന്താ? 1/sന്റെ എൽ ഇൻവേഴ്സ് 1 ആണ്. അപ്പോൾ 2 പ്ലസ് 3 ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് 1/s മൈനസ് 2 എന്താ? ഷിഫ്റ്റിംഗ് നടന്നിട്ടുണ്ട്. അപ്പോൾ e റേസ് ടു 2t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ 1/sന്റെ ഇൻവേഴ്സ് 1 ആണ്, അപ്പോൾ 3 e റേസ് ടു 2t മൈനസ് 3 ഇൻറ്റു ഇവിടെ s മൈനസ് 1ന്റെ അഗെയിൻ ഷിഫ്റ്റിംഗ് ആണ്, e റേസ് ടു t. അഗെയിൻ 1/sന്റെ ഇൻവേഴ്സ് 1 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് y ഡബിൾ ഡാഷ് പ്ലസ് 2y ഡാഷ് പ്ലസ് 5y ഈക്വൽ ടു 5, y of 0 equal to 0 and y dash of 0 equal to 0 using Laplace transform. അപ്പോൾ ഓൾറെഡി ഇനീഷ്യൽ വാല്യൂസ് എല്ലാം 0 തന്നിട്ടുണ്ട്, കുറേ ടേംസ് ക്യാൻസൽ ആയി പോകും അല്ലേ. നമുക്ക് സിംപ്ലിഫൈഡ് ഫോമിലാണ് ടേംസ് കിട്ടുക. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലാപ്ലേസ് എടുക്കുക. LHS ആൻഡ് RHSൽ ലാപ്ലേസ് എടുക്കുക. അപ്പോൾ RHSൽ എൽ ഓഫ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/s ആണ് വരിക. ഓക്കെ, LHSൽ y ഡബിൾ ഡാഷിന്റെ ലാപ്ലേസ് എന്താ? എസ് സ്ക്വയർ എൽ ഓഫ് വൈ മൈനസ് എസ് വൈ ഓഫ് 0 മൈനസ് വൈ ഡാഷ് ഓഫ് 0 പ്ലസ് 2 ഇൻറ്റു എൽ ഓഫ് വൈ ഡാഷ് എന്ന് പറയുന്നത് എസ് എൽ ഓഫ് വൈ മൈനസ് വൈ ഓഫ് 0 പ്ലസ് 5 ഇൻറ്റു എൽ ഓഫ് വൈ.
ഈക്വൽ ടു ഈ 5/s. അപ്പോൾ ഇവിടെ ഈ y of 0 y dash of 0 ഇതെല്ലാം 0 ആണ്. എന്നിട്ട് L of yയുടെ കോഎഫിഷ്യൻസ് ഗ്രൂപ്പ് ചെയ്യാം. ഇവിടെ s സ്ക്വയർ ഉണ്ട്, 2s ഉണ്ട്, ഓക്കെ, പ്ലസ് 5, s സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5 ഇൻറ്റു L of y, ബാക്കി ടേംസ് എല്ലാം 0 ആയി പോയി, ഈക്വൽ ടു 5/s കിട്ടും. ഇനി ജസ്റ്റ് ഈ ഒരു ടേം RHS കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് L of y കിട്ടും 5/s ഇൻറ്റു s സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5. അഗെയിൻ ഈ s സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു റീഅറേഞ്ച്മെന്റ് ചെയ്യാം. അതായത് s പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ ഫോമിൽ എഴുതാൻ പറ്റും. കാരണം s പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ s സ്ക്വയർ പ്ലസ് 2s പ്ലസ് 1 ആണ്. പ്ലസ് 2 സ്ക്വയർ ചെയ്താൽ 4. അപ്പോൾ നമുക്ക് s സ്ക്വയർ പ്ലസ് 2s പ്ലസ് 5 തന്നെ കിട്ടും. ക്ലിയർ ആയോ? അപ്പം അങ്ങനെ ഒരു ചെറിയ റീഅറേഞ്ച്മെന്റ്, കാരണം നമുക്കിതിനെ ഇതേപോലെ ഫാക്ടറൈസ് ചെയ്യാൻ ഡയറക്റ്റ്ലി പറ്റുന്നില്ല. അപ്പോൾ റീഅറേഞ്ച്മെന്റ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? ഇതുപോലെ ഗ്രൂപ്പ് ചെയ്തിട്ട് റീഅറേഞ്ച്മെന്റ് ചെയ്യാം. സോ ഇവിടെ s പ്ലസ് 1 ഹോൾ സ്ക്വയർ, അപ്പോൾ s സ്ക്വയർ പ്ലസ് 2s പ്ലസ് 1, അപ്പോൾ s സ്ക്വയർ പ്ലസ് 2s കിട്ടി, പ്ലസ് 1 വരും, ബാക്കി 5 കിട്ടണമെങ്കിൽ പ്ലസ് 4 ചെയ്യണം. ആ 4നെ നമ്മൾ 2 സ്ക്വയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്തു. ക്ലിയർ ആയല്ലോ? അപ്പോൾ s ഓൾറെഡി ഔട്ട് സൈഡ് ഉണ്ട്, s ഇൻറ്റു s പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ഓക്കെ, ഇനി y എന്ന് പറയുന്നത് L ഇൻവേഴ്സ് ഓഫ് 5 ഡിവൈഡഡ് ബൈ s ഇൻറ്റു s പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ഇതൊരു ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ടേമിനെ ഇനി ഫർദർ ഫാക്ടറൈസ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ bs പ്ലസ് c ഡിവൈഡഡ് ബൈ ആ ഫാക്ടർ എടുക്കാം, a ഡിവൈഡഡ് ബൈ s എടുക്കാം. സോ 5 ഈക്വൽ ടു a ഇൻറ്റു ജസ്റ്റ് LCM എടുക്കാം, a ഇൻറ്റു s പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 4 പ്ലസ് bs പ്ലസ് c ഇൻറ്റു s. ഇനി നമ്മൾ ഇക്വേറ്റ് ചെയ്യുക, എ ബി സി വാല്യൂസ് എല്ലാം കാണും. ഇവിടെ ഇപ്പോൾ എസിന് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എയുടെ ടേം കിട്ടും അല്ലേ? എസിന് 0 കൊടുത്തു കഴിഞ്ഞാൽ 5 ഈക്വൽ ടു 5a, എയുടെ വാല്യൂ 1 കിട്ടി. പിന്നെ ചെയ്യുന്നത് എസിന്റെ കോഎഫിഷ്യൻസ് രണ്ട് സൈഡ്സിലും ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് സിയുടെ ടേമും കൂടി കിട്ടും. സോ സി ഈക്വൽ ടു -2a, ദാറ്റ് ഇസ് -2. ഇനി ബിയുടെ വാല്യൂ കാണാൻ വേണ്ടിയിട്ട് ഇക്വേറ്റ് ദ കോഎഫിഷ്യൻസ് ഓഫ് എസ് സ്ക്വയർ, അതായത് 0 ഈക്വൽ ടു a പ്ലസ് ബി ആണ് കിട്ടുക, b മൈനസ് a ആണ് കിട്ടുക, ദാറ്റ് ഇസ് -1. Therefore finally L inverse of a യും b യും c യും എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/s പ്ലസ് -s minus 2 by s plus 1 whole square plus 2 square. L inverse of 1/s എന്ത് വരും? 1 തന്നെയാണ് വരിക. ഇനി ഇവിടെ again -s minus 2 നെ minus of s plus 2 എന്നാക്കിക്കൂടെ അല്ലേ? ഈ മൈനസിനെയാണ് ഇവിടെ ഔട്ട്സൈഡ് എടുത്തിട്ടുള്ളത്. ഇനി s plus 2 നെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്തു, s plus 1 plus 1. ക്ലിയർ ആയല്ലോ? നമുക്ക് ഇതെല്ലാം L ഇൻവേഴ്സ് കാണാൻ വേണ്ടിയിട്ടാണ് ഈ റീഅറേഞ്ച്മെന്റ്സ് ചെയ്യണം. കാരണം ഡിനോമിനേറ്ററിൽ നിങ്ങൾ ഈ കുറച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് റീഅറേഞ്ച് ചെയ്യേണ്ടത് മനസ്സിലാവും. ഇപ്പോൾ ഓൾറെഡി ഡിനോമിനേറ്ററിൽ s plus 1 ടേം ഉണ്ട്, അപ്പോൾ ന്യൂമറേറ്ററിൽ അത് അതേ സെയിം ആക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ L ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് ഷിഫ്റ്റഡ് ഫോമിലൊക്കെ തിയറം അപ്ലൈ ചെയ്യാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ s plus 1 ഉള്ളതുകൊണ്ട് ഈ മൈനസ് നമ്മൾ കോമൺ ആയിട്ട് ഔട്ട്സൈഡ് എടുത്തു. അപ്പോൾ s plus 2 നെ s plus 1 plus 1 ആക്കി. സോ ഈ ഒരു ഗ്രൂപ്പിംഗ് മനസ്സിലാക്കാം. ഇനി നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ആദ്യത്തെ ടേം 1 ആണ് അല്ലേ? മൈനസ് സെക്കൻഡ് ടേമിനെ s plus 1 plus 1 അല്ലായിരുന്നു, പക്ഷെ -a2 ഔട്ട്സൈഡ് ഉണ്ടായിരുന്നു. മൈനസ് ഓഫ് s plus 1 plus 1. ഇനി നമ്മൾ ഇത് ഉള്ളിലേക്ക് എടുക്കണം, L ഇൻവേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ മൈനസ് ഇവിടെയും മൈനസ് വരും. ന്യൂമറേറ്റേഴ്സ് ഒന്ന് s plus 1 ഉം ഒന്ന് 1 ഉം. L ഇൻവേഴ്സ് ഓഫ് s plus 1 ബൈ ഡിനോമിനേറ്റർ സെയിം, s plus 1 ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ മൈനസ് L ഇൻവേഴ്സ് ഓഫ് നെക്സ്റ്റ് ന്യൂമറേറ്റർ 1 ഡിവൈഡഡ് ബൈ s plus 1 ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ഈ മൈനസ് എഴുതാൻ മറക്കരുത്, കാരണം നമ്മൾ കോമൺ ആയിട്ട് ബ്രാക്കറ്റിന്റെ ഔട്ട്സൈഡ് ആണ് മൈനസ് എഴുതിയത്. ഇനി നമുക്ക് L ഇൻവേഴ്സ് കാണണം. അപ്പോൾ ഷിഫ്റ്റിംഗ് തിയറം ഇവിടെ അപ്ലൈ ചെയ്യാം. s plus a, അതായത് s എവിടേക്കുണ്ട് അവിടെ s plus a വന്നിട്ടുണ്ട്. അപ്പോൾ e raised to minus at, അതായത് e raised to minus t ഇൻറ്റു ഇനി s by s സ്ക്വയർ പ്ലസ് a സ്ക്വയർ, അതിൻ്റെ ഇൻവേഴ്സ് എന്താ? cos at ആണ്, അതായത് ഇവിടെ a എന്ന് പറഞ്ഞാൽ 2, ഇപ്പോൾ cos 2t മൈനസ് നെക്സ്റ്റ് ഇനി ഒരു ചെറിയൊരു റീഅറേഞ്ച്മെന്റ് ചെയ്യണം. ഇവിടെ s ന്റെ ടേം ഒന്നുമില്ല അല്ലേ? അപ്പോൾ ഇവിടെ 2 സ്ക്വയർ ഉള്ളത് ഇൻറ്റു 2 by 2 ചെയ്യാം. അപ്പോൾ -1/2 L ഇൻവേഴ്സ് 2 ഡിവൈഡ് ബൈ s plus 1 ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. ഇതാക്കിയത് സൈനിന്റെ ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ സൈൻ 2t ഷിഫ്റ്റിങ്ങും നടന്നിട്ടുണ്ട്. സോ e raised to -t into sin 2t. സോ ഫൈനൽ ആൻസർ y equal to 1 minus
e raised to minus t cos 2t minus 1 by 2 e raised to minus t sin 2t. Next problem, use convolution theorem to find the inverse Laplace transform of 1 by s plus 1 into s minus 1 whole square. അപ്പോൾ already specifically എടുത്ത് പറഞ്ഞിട്ടുണ്ട് convolution theorem apply ചെയ്യും. അപ്പോൾ ഇതേപോലെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ കൺവല്യൂഷൻ തിയറം അപ്ലൈ ചെയ്യാറുണ്ട് അല്ലേ? അതിന്റെ ഫോർമുലയാണ് L ഇൻവേഴ്സ് ഓഫ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ L ഇൻവേഴ്സ് ഓഫ് f of s, അതായത് 1 by s plus 1 into s minus 1 whole square. ശരിക്കും പറഞ്ഞാൽ സ്പ്ലിറ്റ് അപ്പ് ഫോർമുലയാണ്, അതായത് L ഇൻവേഴ്സ് ഓഫ് 1 by s plus 1 into L inverse of 1 by s minus 1 whole square. നമുക്ക് ഇതുപോലെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് കൺവല്യൂഷൻ തിയറം, അതായത് f കൺവല്യൂഷൻ g. ഇത് കൺവല്യൂഷന്റെ സിമ്പിൾ ആണ്. സോ L inverse of 1 by s plus 1 into s minus 1 whole square നെ L inverse 1 by s plus 1 convolution L inverse 1 by s minus 1 whole square എന്ന് എഴുതാൻ പറ്റും. That means 1 by s plus 1 ന്റെ ഇൻവേഴ്സ് എന്താ? e raised to minus t. 1 by s minus 1 whole square ന്റെ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? e raised to t ആണ് വരിക, കാരണം ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് 1 ആണ് എടുക്കേണ്ടത്. അപ്പോൾ e raised to t 1 by s square ന്റെ ഇൻവേഴ്സ് ആണ് ഈ t. ശരിയല്ലേ? അപ്പോൾ 1 by s minus 1 whole square. s ന് പകരം s minus 1 വന്നതുകൊണ്ട് ഷിഫ്റ്റിംഗ് തിയറം അപ്ലൈ ചെയ്യാം. അപ്പോൾ e raised to s minus a ല് a1 ആണ്, അപ്പോൾ e raised to t. ക്ലിയർ ആയല്ലോ? ഇൻറ്റു ഇനി f of t എന്ന് പറയുന്നത് ശരിക്കുള്ളത് ഈ ഷിഫ്റ്റിംഗ് അല്ലാത്തത് 1 by s സ്ക്വയറിന്റെ ഇൻവേഴ്സ് അല്ലേ, അത് t ആണ്, അതുകൊണ്ടാണ് t e raised to t. സോ e raised to minus t കൺവല്യൂഷൻ t e raised to t, അതായത് f കൺവല്യൂഷൻ g. f എന്ന് പറയുന്നത് ഇതേപോലെ e raised to minus t g t e raised to t. ഇനി നമുക്കത് കൺവല്യൂഷൻ തിയറം അപ്ലൈ ചെയ്യാം. ഇന്റഗ്രൽ 0 to t f of u g of t minus u du. ക്ലിയർ ആയല്ലോ? f of u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ f of t ൽ t ക്ക് u കൊടുക്കാം. u ദാറ്റ് ഇസ് ഇത് ഏത് വേണമെങ്കിലും കൊടുക്കാട്ടെ നിങ്ങൾക്ക്. f കൺവല്യൂഷൻ g f ഇത് തന്നെ എടുക്കണം, g ഇത് തന്നെ എടുക്കണം എന്നില്ല. എപ്പോഴും ഒരു കാര്യം ചെയ്തോളൂ, ഈ t മൈനസ് u ഒക്കെ റീപ്ലേസ് ചെയ്യുമ്പോൾ കുറച്ച് സിംപ്ലർ ടേംസിന് കൊടുക്കാൻ നോക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇന്റഗ്രേഷൻ ഒക്കെ കുറച്ചുകൂടി ഈസിയർ ആവും. മനസ്സിലായോ? അതായത് ഇവിടെ ഇപ്പോൾ t ഇൻറ്റു ഇ റേസ് ടു ടി, ഇവിടെ ടി മൈനസ് യു കൊടുക്കുകയാണെങ്കിൽ, അതായത് ജി ഓഫ് ടി മൈനസ് യു ഇതായിട്ട് എടുക്കുകയാണെങ്കിൽ ടി മൈനസ് യു ഇൻറ്റു ഇ റേസ് ടു ടി മൈനസ് യു വരും. ഇത്രയും ടേംസ് വരും. അതിലും ഭേദം ഈ ഇ റേസ് ടു മൈനസ് ടിക്ക് അവിടുത്തെ ഒരു ടി അല്ലല്ലോ, അതിന് ടി മൈനസ് യു കൊടുക്കാം. ക്ലിയർ ആയോ? സോ എഫ് ഓഫ് യുല് യു ഇ റേസ് ടു യു ഇൻറ്റു g of t minus u ന് e raised to minus of t minus u du കിട്ടി. That is integral 0 to t u e raised to u. ഇനി ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തൂടെ? അതായത് e raised to minus of t minus u എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e raised to minus t plus u. That is e raised to minus t into e raised to u എന്ന് എഴുതിക്കൂടെ അല്ലേ? അപ്പോൾ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം, കാരണം ഇന്റഗ്രൽ എന്ന് പറയുന്നത് വേരിയബിൾ വിത്ത് റെസ്പെക്ട് ടു ഏതാ നമ്മൾ എടുക്കുന്നത്? u ആണ്. അപ്പോൾ ടിയുടെ ടേം ഏത് വന്നാലും നിങ്ങൾക്ക് കോൺസ്റ്റന്റ് ആയി ഔട്ട്സൈഡ് എടുക്കാം. ക്ലിയർ ആയോ? കാരണം അത് ഇന്റഗ്രൽ ബാധിക്കുന്നില്ല അതിന്. അപ്പോൾ ഇന്റഗ്രൽ 0 to t u e raised to 2u എന്ന് എഴുതിക്കൂടെ അല്ലേ? പവേഴ്സ് ആഡ് ചെയ്യാം, ബേസ് സെയിം ആണ്. അപ്പോൾ u e raised to 2u e raised to minus t du. ഞാൻ പറഞ്ഞ പോലെ e raised to minus t ഔട്ട്സൈഡ് എടുക്കുക. ഇന്റഗ്രൽ 0 to t u e raised to tu du. ഇനി ഇവിടെ നമുക്ക് ഇന്റഗ്രേഷൻ ബൈ പാർട്സ് തന്നെ അപ്ലൈ ചെയ്യാം. ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? എപ്പോഴും എക്സ്പോണൻഷ്യൽ ടേം ഉണ്ടെങ്കിൽ നമുക്കറിയാം അതാണ് ഏറ്റവും ലാസ്റ്റ് വരും ഹൈലൈറ്റിൽ അല്ലേ? അപ്പോൾ എക്സ്പോണൻഷ്യൽ ടേം സെക്കൻഡ് ഫംഗ്ഷൻ എടുക്കാം, ഫസ്റ്റ് ഫംഗ്ഷൻ യു ആയിട്ട് എടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ്, ദാറ്റ് ഈസ് യു ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് പറഞ്ഞാൽ ഇ റേസ് ടു 2u ബൈ 2 അല്ലേ? അതാണ് ഇന്റഗ്രൽ ഓഫ് ഇ റേസ് ടു 2u വരും. മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, അതായത് 1 ഇൻറ്റു അഗെയിൻ ഈ സെയിം ടേം വരും du. ലിമിറ്റ്സ് മറക്കരുത് 0 to t. സോ ഇവിടെ ബ്രാക്കറ്റ് ഹോൾ ഇട്ടിട്ട് ഇവിടെ ലിമിറ്റ്സ് എഴുതിയാൽ അതിന്റെ മീനിങ് എന്താ? ഈ എൻറ്റയർ ടേംസിന് ഈ ലിമിറ്റ്സ് ആപ്ലിക്കബിൾ ആണ്. മനസ്സിലായോ? അതിലത്തെ ഓരോ ടേമിനും ആ ലിമിറ്റ് അപ്ലൈ ചെയ്യണം എന്നാണ്. സോ ഇ റേസ് ടു മൈനസ് ടി u e raised to 2u by 2 മൈനസ് ഇനി
ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സ്പോണൻഷ്യൽ ടേം മാത്രമേ ഉള്ളൂ. 1/2 ഔട്ട്സൈഡ് എടുത്താൽ അഗെയിൻ e raised to 2u/2 വരും. അതായത് e raised to 2u/4 കിട്ടും. ലിമിറ്റ്സ് 0 to t. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അതായത് ആദ്യം അപ്പർ ലിമിറ്റ് t കൊടുക്കുക എല്ലാ ടേംസിനും. സോ t e raised to 2t/2 മൈനസ് e raised to 2t/4. ഇനി മൈനസ് നെക്സ്റ്റ് ലോവർ ലിമിറ്റ് 0 കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ടേം എന്താവും? 0 ആയി പോകും അല്ലേ? കാരണം അവിടെ u ഇൻറ്റു വന്നത് കൊണ്ട് ആ യുവിന് 0 കൊടുത്താൽ അത് 0 ആയി പോകും. സി ഈ ഒരു 0 ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അത് മൊത്തം 0 ആയി പോകും. ഇവിടെ e raised to 0/4 വരും. ദാറ്റ് ഈസ് 1/4. ഇനി ഇതെല്ലാം സ്പ്ലിറ്റ് ചെയ്യുക, മൈനസ് ഉള്ളിലേക്ക് എടുക്കുക. അപ്പോൾ പ്ലസ് 1/4 കിട്ടും. ഓക്കെ, ബാക്കി സെയിം ടേംസ് തന്നെ വരും. ഇനി ജസ്റ്റ് ഈ e raised to minus t നെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തോളൂ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ആയിട്ട് t e raised to minus t into e raised to 2t എന്താ? e raised to 2t minus t, that is e raised to t വരും. ക്ലിയർ ആയല്ലോ? ബൈ 2 മൈനസ് അഗെയിൻ e raised to minus t into e raised to 2t, e raised to t ആണ്, ബൈ 4 പ്ലസ് 1/4 into e raised to minus t. Next question, find L inverse of s by s minus 1 into s square plus 4 using convolution theorem. അപ്പോൾ again L inverse of 1 by s minus 1 convolution L inverse of 1 by s by s square plus 4. ഫസ്റ്റ് ടേമിനെ 1 by s minus 1 എന്നെടുത്തു. സെക്കൻഡ് ടേമിനെ s by s square plus 4 എന്നെടുത്തു. കാരണം നമുക്ക് ഇതിന്റെ ഇൻവേഴ്സ് അറിയാം അല്ലേ? s by s minus 1 അറിയില്ല, പക്ഷെ s by s square plus 4 അറിയാം. അതുകൊണ്ടാണ് s square plus 4 ന്യൂമറേറ്റർ ആയിട്ട് നമ്മൾ s സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് എടുത്തത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ 1 by s minus 1ഉം s by s square plus 4ഉം, അതായത് 1 by s minus 1 ഇൻവേഴ്സ് e raised to t ആണ്. s by s square plus 4 cos 2t, കാരണം അത് 2 സ്ക്വയർ അല്ലേ? അപ്പോൾ cos 2t. അപ്പോൾ f കൺവല്യൂഷൻ g ൽ ഇന്റഗ്രൽ 0 to t f of u g of t minus u du. ക്ലിയർ ആയല്ലോ? അപ്പോൾ അഗെയിൻ ഇവിടെ cos 2t ൽ t നെ u റീപ്ലേസ് ചെയ്തു, അതായത് f of u ആയിട്ട് എടുത്തു. g of t minus u എന്ന് പറയുന്നത് e raised to t ആയിട്ട് എടുത്തു. സോ e raised to t minus u. ഇനി അഗെയിൻ സ്പ്ലിറ്റ് അപ്പ് ചെയ്യുക. e raised to t minus u പറഞ്ഞാൽ e raised to t into e raised to minus u into cos 2u du. Again take this e raised to t outside. Integral 0 to t e raised to minus u cos 2u du. ഇവിടെ നമുക്കൊരു ഫോർമുല അപ്ലൈ ചെയ്യാം. അതായത് ഇന്റഗ്രൽ e raised to ax cos bx dx. നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഇത് ഡയറക്റ്റ് ആയിട്ട് ഇനി ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. അത് ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു ഫോർമുലയാണ്. നമുക്ക് e raised to ax into cos bx ഫോം അല്ലെങ്കിൽ e raised to ax into sin bx ഫോം, രണ്ടിനും സെപ്പറേറ്റ് ഫോർമുലയുണ്ട്. അത് പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഇവിടെ e raised to ax cos bx ഫോം വരുമ്പോൾ ഇന്റഗ്രലിൻ്റെ ഉള്ളിൽ എങ്ങനെ നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യാം? ആഫ്റ്റർ ഓൾ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് ചെയ്യാതെ തന്നെ ഡയറക്റ്റായി ഫോർമുല അപ്ലൈ ചെയ്യുക. e raised to ax by a square plus b square into a cos bx plus b sin bx. മനസ്സിലായോ? a cos bx plus b sin bx. അപ്പോൾ ഇവിടെ a എന്ന് പറയുന്നത് യുവിൻ്റെ കോഎഫിഷ്യന്റ്, ദാറ്റ് ഈസ് -1. ഓക്കെ, b എന്ന് പറയുന്നത് കോസിൻ്റെ u, അതിൻ്റെ കോഎഫിഷ്യന്റ്, അപ്പോൾ 2. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാം. e raised to ax, അതായത് e raised to minus u, ഇവിടെ x ന് പകരം u ആണ് കേട്ടോ. e raised to minus u ഡിവൈഡഡ് ബൈ a square plus b square, അതായത് -1 ഹോൾ സ്ക്വയർ 1 തന്നെയാണ്, 1 plus 4 into a cos bx -1 into cos 2u plus b, അതായത് 2 sin bu, അതായത് 2u. ക്ലിയർ ആയല്ലോ? ലിമിറ്റ്സ് അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഈ ഒരു ഫോർമുല നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്റഗ്രേഷൻ ബൈ പാർട്സ് അതൊന്നും ഇരുന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതാണ് ഫോർമുല, പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയ ടേംസ് എന്ന് പറയുന്നത്, കിട്ടിയ ടേംസിൽ ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യാം. അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് t ആണ്, ലോവർ ലിമിറ്റ് 0 ആണ്. സോ കംപ്ലീറ്റ്ലി അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, അതുപോലെ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ക്ലിയർ ആയല്ലോ? e raised to t/5 ഔട്ട്സൈഡ് ഇരിക്കട്ടെ. p raised to t/5 into e raised to minus t into minus cos 2t plus 2 sin 2t, then ഇവിടെ minus minus plus 1 വരും. ഓക്കെ, അപ്പോൾ ആ +1 ആണ് ഇവിടെ ആദ്യം എഴുതിയത്. 1 minus cos 2t plus 2 sin 2t.
ക്ലിയർ അല്ലോ? ഈ ഇ റേസ് ടു ടിയും ഇ റേസ് ടു മൈനസ് ടിയും ക്യാൻസൽ ആയി. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എന്താ? 1 മൈനസ് കോസ് 2t പ്ലസ് 2 സൈൻ 2t ബൈ 5.